സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനും സ്നേഹാനുമായ ഞങ്ങളുടെ അപ്പച്ച, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവെ, നീ പ്രവാസമേ കർത്താവ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കർത്താവെ അങ്ങയുടെ സന്നിധി കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യരഹിക്കുന്ന മഹാകൃപയ്ക്കായി വിശ്വസ്തയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു നിമിഷം ഞങ്ങളെ വഴി നടത്തി വരാൻ ആത്മെല്ലാം വിടുവിച്ച് കർത്താവ്, വിശേഷാൽ കർത്താവ് ഞങ്ങളുടെ തലമുറയോട് അനുബന്ധിച്ച് കർത്താവെ അവരുടെ ആത്മീയ ഉത്തേജനത്തിനായി കർത്താവെ ആത്മീയചതിനും പ്രാപിക്കുന്ന അനകാലല്ലിയ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കർത്താവ് ഉപവാസത്തോടും പ്രാർത്ഥനയോടെ വേറിട്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കണം കർത്താവെ ഇടയാക്കുമാറണമേ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തന്ന ദാനമാണല്ലോ കർത്താവെ. അങ്ങയുടെ ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ നന്മയുടെ ഉത്തരവാദി അങ്ങായിരിക്കാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ തലമുറകളുമായി കർത്താവ് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ വാസ്തവമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറണമേ. അങ്ങായിരിക്കുന്ന അളവിൽ മുന്നേറുവാൻ, അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ അങ്ങയുടെ ഹല്ലേലൂയ സ്തോത്രം ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ നോക്കണം കർത്താവെ. അങ്ങ് ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥി തിരുസന്നിധി വിട്ട് ഒരു നിമിഷം പോലും മാറിപ്പോകാൻ അനുവദിക്കാതെ കർത്താവെ അങ്ങയുടെ ഉള്ളം കരത്തിൽ കർത്താവെ ദൈവിക സംരക്ഷണ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഒരു നിമിഷം ആയിരിക്കാൻ തൊക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കുമാറണമേ. അങ്ങയുടെ കൃപയില്ലാതെ ഭൂമിയിലെ കർത്താവ് ഒരു നിമിഷം പോലും ജീവിക്കാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. അപ്പൊ ഹല്ലേലൂയ ഇത് നിങ്ങൾ കർത്താവ് അങ്ങ് ആയിരിക്കുന്ന അളവിൽ കർത്താവെ ഓരോ നിമിഷം മുന്നേറുവാൻ കൃപവരങ്ങളാ നിറഞ്ഞു കർത്താവെ ആത്മീയത്തെ പ്രാപിച്ചവരായി ഹല്ലേലൂയ സ്തോത്രം ഓരോ നിമിഷം മുന്നേറുവാൻ തൊക്കണം കർത്താവെ. അങ്ങ് ഇടയാക്കുമാർ, അങ്ങ് കൊള്ളാവുന്ന മാനപാത്രങ്ങളാക്കി ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ അങ്ങ് ഒരുക്കിയെടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ. ഇന്നത്തെ വർഷിപ്പ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവം ശുശ്രൂഷയൊക്കെ ഞങ്ങളുടെ പൊന്നുനാമത്തോടുവാൻ ഞങ്ങൾ ഇടയിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാം അപ്പച്ച അല്ലെങ്കിൽ കാണുന്ന ദിവസങ്ങളായി തീരുവാൻ അപ്പച്ച അങ്ങ് ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവ ഇന്നുമുന്നേക്ക് ഞങ്ങളോട് കൂടെ ഉള്ളതാകിയ ആ വിശ്വാസത്തോടെ കർത്താവ് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ഒരുമനപ്പെട്ട് കർത്താവ് എന്റെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അങ്ങയുടെ സ്ഥലയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ സഭയ്ക്ക് കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഓരോ വ്യക്തിഗതങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്കും അത് അനുഗ്രഹമായി തീരുവാൻ അപ്പച്ച അങ്ങ് ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. സ്വർഗമേ ഹല്ലേലൂയ ആദ്യം തുടങ്ങുന്ന സാന്നിധ്യത്തിന്റെ കൃപയ്ക്ക് ആ സ്തോത്രം. ഇന്ന് നടക്കുന്ന 2 സെഷനിലും ദൈവിക സാന്നിധ്യം ഞങ്ങൾ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുവാൻ ഞങ്ങളുടെ തലമുറകൾ അനുഭവിപ്പാൻ ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം കർത്താവെ. പ്രാർത്ഥനയിലേക്ക് ആ സ്തോത്രം ചെയ്യുന്നു എല്ലാ അപ്പച്ചന്റെ പൊന്നേശുവിലേറിയ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പ്രൈസ് ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ കുഞ്ഞുങ്ങളോട് അനുബന്ധിച്ച് അവരുടെ ആത്മീയമായ ഉന്നമനത്തിനായി അല്ലെങ്കിൽ ആത്മീയ പുഷ്ടി പ്രാപിക്കുന്നതിന് ഹല്ലേലൂയ സ്തോത്രം നിന്ന് പ്രാർത്ഥിപ്പാൻ അവരുടെ പോക്കിൽ വരവിലൊക്കെയും അവരുടെ പഠനകാര്യങ്ങളും മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെയും ദൈവിക കൃപ ഹല്ലേലൂയ സ്തോത്രം ഓരോ നിമിഷം കൂടെ ഉണ്ടായിരിക്കാനായി നാം ദൈവത്തിന്റെ സ്ഥലങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ തൊക്കെ ഇടയാക്കാനായി നമുക്ക് പ്രാർത്ഥനയോടും ദൈവഭക്തിയോടും ഭയത്തോടും കൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം പ്രിയപ്പെട്ടവരെ. അതിൽ ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റേച്ചൽ ബിജു സിസ്റ്ററാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ക്ഷണിച്ചുകൊള്ളുന്നു. അതിനേക്കുള്ള നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം കേരളത്തിൽ ഹല്ലേലൂയ ജോർജ് ആന്റി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞാലൊക്കെ നമ്മോടൊപ്പം വചന ശുശ്രൂഷ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. അല്ലെങ്കിൽ അത് കൂടാതെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അവരുടെ യുവ തലമുറകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹപ്പെട്ട കർത്തൃദാസി കൂടിയാണ് നമ്മുടെ പാരിക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതാണ് കർത്താവ്. ഇന്ന് പൽക്കാലം നമ്മളെ ഇടയാക്കുമാറാട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ വർഷത്തിൽ ലീഡ് ചെയ്യാൻ വേണ്ടി സിസ്റ്റർ റേച്ചൽ ബിജുവിനെ ആദ്യം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഒരു ചൊവ്വാഴ്ച കൂടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സാവകാശം ഒരുക്കി നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പാട്ടുകളിൽ പാടി ആരാധിക്കാവുന്നതാണ്. അവിടെ ഇവിടങ്ങളിൽ എല്ലാവരും മ്യൂട്ടാണെങ്കിലും അത് എവിടെയായിരുന്നാലും നമ്മൾ ഓരോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. എന്റെ ദൈവമെല്ലാ നാളുമാനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്റെ ദൈവമെല്ലാ നാളുമാനന്യൻ തന്നെ അണച്ചിടുമാനുദീനം ചിറകടിയിൽ. ഏഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരത്തും ഞാൻ
ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നു. ഏഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ, ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നു. നാവ് പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നായി, നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. നാവ് പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നായി, നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. കഷ്ടനഷ്ട രോഗം ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമിശു ആശ്വാസമേകും. കഷ്ടനഷ്ട രോഗം ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമിശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ, പോയിടാം ധൈര്യമായൻ നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ, പോയിടാം ധൈര്യമായൻ നാഥൻ പാതയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനാവീരവിൽ, അന്നു മാറും എന്റെ കണ്ണീർ സമ്പൂർണമായി. എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനാവീരവിൽ, അന്നു മാറും എന്റെ കണ്ണീർ സമ്പൂർണമായി. മണിയാറാവാസം പൂകി ആനന്ദിച്ചിടാൻ വാഞ്ചിക്കും എന്റെ ഉള്ള ദീനം ദീനമായി. മണിയാറാവാസം പൂകി ആനന്ദിച്ചിടാൻ വാഞ്ചിക്കും എന്റെ ഉള്ളം ദീനം ദീനമായി. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. കഷ്ടനഷ്ട രോഗം ദുഃഖം അന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടനഷ്ട രോഗം ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ, പോയിടാം ധൈര്യമായൻ നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ, പോയിടാം ധൈര്യമായൻ നാഥൻ പാതയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ. എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനാവീരവിൽ, അന്നു മാറും എന്റെ കണ്ണീർ സമ്പൂർണമായി. എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനാവീരവിൽ, അന്നു മാറും എന്റെ കണ്ണീർ സമ്പൂർണമായി. മണിയാറാവാസം കൂടി ആനന്ദിച്ചിടാൻ വാഞ്ചിക്കും എന്റെ ഉള്ള ദീനം ദീനമാൻ. മണിയാറാവാസം കൂടി ആനന്ദിച്ചിടാൻ വാഞ്ചിക്കും എന്റെ ഉള്ള ദീനം ദീനമാൻ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീനം ചിറകടിയിൽ.
ദൈവമെല്ലാ നാളും ഞാനെന്നും തന്നെ അണച്ചിടുമാനുദിന ചൂറാകാടിയിൽ ഇഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ ഇഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ നാവുപോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നായി നന്ദി കൊണ്ടെന്റെയുള്ള നിറയുന്നപ്പാ നാവുപോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നായി നന്ദി കൊണ്ടെന്റെയുള്ള നിറയുന്നപ്പാ എന്റെ ദൈവമെല്ലാ നാളും ഞാനെന്നും തന്നെ അണച്ചിടുമാനുദിന ചൂറാകാടിയിൽ എന്റെ ദൈവമെല്ലാ നാളും ഞാനെന്നും തന്നെ അണച്ചിടുമാനുദിന ചൂറാകാടിയിൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കാരുതൽ കാണാം. യാക്കോബ് ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ, യാക്കോബ് ദൈവത്തെ ആരാധിച്ചപ്പോൾ
യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ യാക്കോബെന്ന കാടാവിൽ ആനന്ദേഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാക്കോബെന്ന കാടാവിൽ ആനന്ദേഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കാരുകൾ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കാരുകൾ കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സ്റ്റാൻഡ് ഫോർവേഡ്. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവമാതു നീതിക്കായി കണക്കിട്ടപ്പോൾ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമാതു നീതിക്കായി കണക്കിട്ടപ്പോൾ അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾ കൂടിയവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾ കൂടിയവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു. ബഹുജാതികൾ കൂടിയവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കാരുതൽ കാണാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും, ഹല്ലേലൂയ, ദൈവസേനയിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾക്ക് കഴിവില്ലാത്തതൊക്കെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണാമെന്നാണ് ഈ പാട്ടിൽ കൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്നേക്ക്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് സന്നിധിയിൽ എന്ത് പ്രാർത്ഥിച്ചാലും അതിന്റെ ഒരു പ്രവൃത്തി കാണുവാനായിട്ട് കഴിയും. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആരാധനയിൽ ദൈവത്തിന്റെ വലിയൊരു വിടുതൽ കാണുവാനായിട്ട് കഴിയും, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം നമുക്ക് ദൈവസേനയില് പാട്ടുകളെ പാടി ആരാധിപ്പാൻ ദൈവം കൃപ തന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ കർത്താവെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും കാരണവനുമായ സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഹല്ലേലൂയ ഈ ചൊവ്വാഴ്ചയുടെ ഹല്ലേലൂയ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മ ദൈവം ആദരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന് ഞങ്ങളുടെ സഹോദരിമാരെ ആദരിക്കണം. പ്രത്യേകിച്ച് ബന്ധുസ്റ്റ് കുടുംബത്തിനോട് പ്രാർത്ഥി ദൈവം ആദരിക്കണമേ. ഇന്ന് പകൽക്കാലം ഇതിന് ചുമതല കൊടുപ്പാൻ ദൈവം നിന്റെ മകളെ ബലപ്പെടുത്തുന്ന നന്മകൾക്കായി സ്തോത്രം സ്തോത്രം. കർത്താവെ, കൂടി വരുവാനുള്ളവരെ വേഗത്തിൽ ദൈവം കൂട്ടി വരുത്തണം. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തില് വചനം പറയുന്ന കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ, കർത്താവ് ദാസയോർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, ദൈവം ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. ഇത് ഏറ്റവും അനുഗ്രഹമായി തന്നെ തലമുറകളിലെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാം വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപയൊരുക്കുന്ന നന്മയ്ക്കായി സ്തോത്ര. പ്രാർത്ഥന എന്ന കുറവുകളെ കർത്താവ് ക്ഷമിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കുമാറാകണമേ. ആമേൻ 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 ആമേൻ. താങ്ക് യു
സ്തോത്ര റേജസ്റ്റ് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചതുപോലെ തന്നെ പാട്ടിൽ കൂടെ കർത്താവ് കേൾപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. മാനമഹത്വം കർത്താവിന് തുടർന്നും അധികമായി ചോദിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഇന്ന് കടന്നു നമ്മൾ ദൈവത്തിന്റെ വാസ്തവം പ്രാർത്ഥനയുടെ ദൈവത്തിന് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോടനുബന്ധിച്ച് അവരുടെ ആത്മീയമായി വളർച്ചയ്ക്കായി അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ നിറവേറിക്കൊണ്ട് സന്തോഷിപ്പാൻ തക്കണം ഇടയാക്കാനാണല്ലോ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കാൻ തക്കണം ഇടയാക്കാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ മാസത്തിന്റെ ഈ വർഷത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് ആസ്തോത്രം നമ്മൾ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നാം ആസ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ 11 മാസക്കാലം നമ്മൾ പൂർണ്ണമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരുകൾ പറഞ്ഞും അല്ലെങ്കിൽ കുടുംബമായൊക്കെ നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. അനേക നന്മകളൊക്കെ നമുക്ക് കാണുവാനൊക്കെ കർത്താവ് ഇടയാക്കി. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനൊക്കെ നമ്മളെ കണ്ടിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന വാഴ്ത്തി സ്തുതിക്കുന്നു. നാളെയാണ് 7-ാം തീയതിയാണ് നമ്മുടെ ആൽഫാമോയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. ശക്തമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. അതുപോലെ നമ്മള് ഒരു 4-ാം നിലയിൽ നിന്ന് താഴെ വീണ ഒരു അച്ഛന്റെ മർത്തമ ചർച്ചിലെ അച്ഛന്റെ മകനായ ആദിക് ജോൺ എബി ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പം ആശ്വാസം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. എന്നാൽ ഇന്നലെ രാത്രിക്കാലം ഇന്നലെ ആ കുഞ്ഞ് നമ്മൾ ഇടയ്ക്ക് വീണ്ടും പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് തലയ്ക്ക് വീണ്ടും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. അല്പം ക്രിട്ടിക്കലാണെന്ന്. എന്നാൽ ഇന്നലെ ആ കുഞ്ഞ് ലോകത്തൊന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ ദുഃഖത്തിലായിരിക്കും. 13 വർഷത്തിന് ശേഷമാണ് ആ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കർത്തവേലയിലായിരിക്കുന്ന വലിയ ആ കുടുംബത്തിന് ആ കുഞ്ഞുണ്ടായതും. 13 വയസ്സോളം ആ കുഞ്ഞിനെ വളർത്തുവാൻ ദൈവം കരങ്ങൾ കൊടുത്തു. അതിനുശേഷം ആ കുഞ്ഞിലേക്ക് നിലവാക്കാല ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. തുടർന്നും ആ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണമേ. മഹത്വപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവം കൊടുത്ത ദാനം അല്ലെങ്കിൽ ഇനിയും ഒന്നുമില്ലായ്മയെന്ന് ഉളവാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവിക മറുപടി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയമായിട്ട് നാളെ നടക്കുന്ന നമ്മുടെ ആൽഫമോയുടെ സ്തോത്രം കിഡ്നി മാറ്റി ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കിഡ്നി കൊടുക്കുന്ന ആ സഹോദരങ്ങൾക്കും ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ കിഡ്നി സ്വീകരിക്കുന്ന ആ കുഞ്ഞിനും യാതൊരു കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതെ ദൈവനാമം മഹത്വപ്പെടുവാൻ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തക്കണം ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണമേ. അതുപോലെ ഇപ്പം തന്നെ നമ്മള് സ്തോത്രം നമ്മള് അനീറ്റമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞ് 10 ദിവസം കണ്ടിന്യൂ ഐസിയുവിൽ തന്നെയാണെന്ന് പറയാൻ ഇടയായിരുന്നത്. മാതാവും ശാരീരികമായി ആ സർജറി ചെയ്തതിനു ശേഷമുള്ള വേദന കൂടെ അല്പം പ്രയാസം കൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാലും ക്ഷേമത്തോടെ ഇരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാല് അവരും കർത്തൃ കുടുംബമാണ്. അത് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു കുടുംബമാണ്. അനീറ്റമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ ഐസിയുലായിരിക്കുന്നത്. ഒരു ദൈവിക പ്രവൃത്തി കർത്താവിന്റെ കരം തൊട്ട് കിഡ്നി മാറ്റി വെച്ചു എങ്കിലും നമ്മൾ മാനുഷികമായ രീതിയിൽ കിഡ്നി മാറ്റി വെച്ചിരിക്കുന്ന കർത്താവിന്റെ കരം തൊട്ട് യാതൊരു കുഴപ്പങ്ങളില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാവാൻ നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി നല്ല രീതിയിൽ മുമ്പോട്ട് ഓടി കളിക്കുന്ന ഒരു കുഞ്ഞായി തീരുവാൻ തക്കണം ഇടയാക്കാനായി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കുക. കർത്താവിന് വിലയേറിയപ്പെട്ട സാക്ഷി പറയുവാൻ എന്റെ ദൈവം എന്നെ വിടുവിച്ചു, ആ ദൈവം നിങ്ങളെയും വിടുവിക്കുന്നുള്ള അത്ഭുത സാക്ഷ്യത്തോടെ ആ കുഞ്ഞ് ജീവിക്കാൻ തക്കണം ഇടയാക്കാനായി നമ്മുടെ വിലയേറിയ പ്രാർത്ഥന വളരെയധികം അത്യാവശ്യമാണ്. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനിത്യമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ആൽഫമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥന വിഷയമായി എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന പുതുതായി ജോയിച്ചിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന വിഷയം പറയാനുണ്ടെങ്കിൽ നമുക്ക് സ്തോത്രം നമുക്ക് അത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ സിസിലിയാന്റെ മെസ്സേജ് പറയുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നുണ്ടല്ലോ. ദൈവനാമത്തെ ഇടയാക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന വിഷയമായിട്ട് പറയാനുണ്ടോ? പ്രൈസ് ലോർഡ്. കടന്നു വന്ന ധന്യനായ കർത്തദാസി, അതോടൊപ്പം തന്നെ മറ്റ് വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസി, മറ്റ് എല്ലാ കർത്തദാസിമാർക്കും സൗരങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഈ കുവൈറ്റിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. ശക്തമായ ഇടിയും
കാറ്റും മഴയൊക്കെ ഉണ്ട്. ദൈവം ആർക്കും ഒരു ദോഷം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മീറ്റിംഗ് ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും വളരെ തടസ്സമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്, എന്നാലും എന്റെ മനസ്സനുവദിച്ചില്ല. ഒരു സാക്ഷ്യം പറയണമെന്നുണ്ട്. കൃപമോളും അച്ചാച്ചനും നാട്ടിലേക്ക് യാത്ര ചെയ്തു. പല കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് പോയേക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ പോകേണ്ട കാൻഡിഡേറ്റ് എല്ലാം കൂടെ ഒന്നിച്ചുകൂടി എറണാകുളത്തെ 10:30 തുടങ്ങും ആ മീറ്റിംഗ്. നാട്ടിലെ സമയം 10:30 മുതൽ 3 മണി വരെയുണ്ട്. ആ മീറ്റിംഗിൽ എന്താണ് സംസാരിക്കേണ്ടതെന്നൊക്കെ അവർ പറയും. ഇതുവരെയായിട്ട് ഞങ്ങൾ പൈസ അയച്ചതിന്റെ ആ ഡോക്യുമെന്റ്സ് കാനഡയിൽ എത്തിയിട്ട് അവിടുന്ന് ഒരു പേപ്പർ വരണമെന്നാണ് അവർ പറയുന്നത്. അത് വരാതെ 72 മണിക്കൂർ വേണ്ടിയത്. 25-ാം തീയതി പൈസ അയച്ചതാ, ഇതുവരെ അവിടെ എത്തിയതായിട്ടുള്ള രേഖയില്ല. എന്നാൽ ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുണ്ടെങ്കിലേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറയുന്നു. അത് ശക്തമായ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇന്നായിരുന്നു അച്ഛന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. ഇത് ഇന്നത്തെ ദിവസം ഇതിന് പോകേണ്ടതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെച്ചു. അത് നിങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ മറ്റന്നാളെ എനിക്ക് 8-ാം തീയതി എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എന്റെ കണ്ണിന്റെ നേർവിന് വീക്ക് ആയതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. എവരി 4 മന്തില് അത് ചെക്കപ്പ് ഉണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും വായിപ്പാനും അത് പ്രവർത്തിപ്പാനും ഒക്കെ ഞങ്ങളെ 4 പേരെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്താഗ്രഹിക്കുന്നു അത് പ്രകാരമായി തീരേണ്ടതിന് ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ആത്മാർത്ഥതയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ അഭിഷക്ത ദാസനും ദാസിയും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ക്രിസ്തയേശുവിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമേൽ അപ്ഡേറ്റ് പറയാൻ ഇടയാത്തിരുന്നത്. തുടർന്നും കുടുംബത്തിന് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. അങ്കിളിന് വേണ്ടിയിട്ട് കൃപാമോള് നാട്ടിലായിരിക്കുന്നു. പോയ വിഷയത്തിനെല്ലാം പറഞ്ഞു അതുപോലെ ദൈവിക പ്രവൃത്തി കർത്താവ് വായ്പ തൊക്കണം ഇടയാക്കാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അതുപോലെ 8-ാം തീയതി മറ്റന്നാൾ സ്തോത്രം കണ്ണിന്റെ ചെക്കപ്പിന് വേണ്ടി പോകുമ്പോൾ അവിടെയും ദൈവിക പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ 4 പേര് കർത്താവിന്റെ വേലയിൽ അലേലിയ സ്തോത്രം ദൈവത്തിന് വേണ്ടി പ്രയാണപ്പെടുന്ന ഒരു കുടുംബമാണ്. വീണ്ടും ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയമായിട്ട് പറയാനുണ്ടോ? കേട്ട പ്രാർത്ഥന വിഷയങ്ങൾ നമ്മൾ എഴുതിയതിനു ശേഷം നമ്മുടെ മെസ്സേജിന് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, എല്ലാവരും മൗനമായിട്ടിരിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ കേട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. നാളെ നടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആൽഫാമോടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്. ഒരു ദൈവിക പ്രവൃത്തി കർത്താവ് വായ്പ തൊക്കണം ഇടയാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആദിക് ജോൺ എബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയാക്കിയിരുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സർജറി കഴിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം അനിറ്റമ്മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഐസിയുവിൽ തന്നെ ആയിരിക്കുന്നു. മാതാവിനെ ഓർത്തും പ്രാർത്ഥിക്കാം. അല്പ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സർജറി കിഡ്നി ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഭാഗത്ത് അല്പം വേദനകളൊക്കെ ഉണ്ട് എന്നാണ് പറയാനിടയാത്തിരുന്നത്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോർമലാണ്. അനിറ്റമ്മയുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആൽഫമ്മയുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഷെറിനാന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ കാലാവസ്ഥ പോലും വളരെയധികം വ്യതിയാനം സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് കേൾക്കുവാൻ ഇടയാത്തിരുന്നത്. നമ്മൾ ഈ പറയപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവനാമത്തിൽ ഒരാളെ മുനിയാന്റി പ്രൈസ് ലോർഡ്. ഈ കേട്ട പ്രാർത്ഥന വിഷയങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. മുനിയാന്റി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സഹോദരിമാരായ ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ കൂടി വന്ന കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അത് വിടുതലും അനുഗ്രഹവുമായി തീരുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപസിപ്പാൻ ഞങ്ങളെ സഹായിച്ച വലിയ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ് നാഥാ. ഹല്ലേലൂയ.
ഹാലലുയ. സ്തോത്രം സ്തോത്രം കഥാവെ. ലീഡ് ചെയ്യുന്ന ദാസിയും കഥാവെ സഹായിച്ചത്തോളം ബലപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് നാഥ. ഹാലലുയ. അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവെ. വിഷയങ്ങളുടെ വിടുതൽ കാണുവാൻ സ്വർഗം സഹായിക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം നാഥ. ഹാലലുയ. അത്ഭുതത്തിന്റെ ദൈവം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഹാലലുയ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേക വിഷയങ്ങൾക്ക് വിടുതൽ കാണുവാൻ സഹായിക്കുന്ന കഥാവെ. പ്രത്യേകാല കഥാവെ കോവിഡിലെ കാലാവസ്ഥകളൊക്കെയും കഥാവെ ഹാലലിയ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ കഥാവെ ഹാലലിയ ഹാലലി കഥാവെ അവിടുത്തെ ജനതയെ കഥാവെ സ്വർഗം സൂക്ഷിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കഥാവെ. ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന ഹാലലി വിടുതലിന്റെ കരം ഹാലലി കഥാവെ ചലിച്ചിരിക്കാതെ സ്തോത്രം ചെയ്യുകയാണ് നാഥ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഥാവെ ഹാലലി കഥാവെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്കായിട്ട് സ്തോത്രം കഥാവെ ഹാലലുയ. ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന നാഥ. ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ പാതപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഹല്ലേലൂയ. ഞങ്ങൾ കൂടി വന്നു എന്നല്ല കഥാവെ ഹാലലിയ. ഞങ്ങളുടെ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ കഥാവെ ഹാലലിയ. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായി കണ്ട് സന്തോഷിപ്പാൻ ഹാലലി കഥാ വിടുതൽ പ്രാപിപ്പാൻ അല്ലേ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവെ. നാളെ നടക്കുന്ന എൻ്റെ മോളുടെ കഥാവെ ഹാലലിയ ഓപ്റ്റേഷനോർത്ത് പ്രാർത്ഥിക്കുന്ന കഥാവെ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹാലലിയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതം കാണുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കഥാവെ. ഞങ്ങളുടെ മീറ്റിംഗിന്റെ ആദ്യന്തോളം കഥാവെ ഹാലലിയ അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ നടത്തി കഥാവെ പരിപാലിച്ച് കഥാവെ അനുഗ്രഹമാക്കി തീർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനം കഥാവെ സൂക്ഷിക്കുന്ന ദാസിയെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന ഓരോരുത്തരും അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനമോ അപ്പച്ചന് മാത്രം ഇരിക്കേണ്ട യേശു അപ്പന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഏതോ നീ കേട്ട് ഉത്തരം നൽകണമേ. പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരേവർക്കും ദൈവിക വിടുതൽ അത്ഭുത വിടുതൽ കർത്താവ് വായിച്ചതിനാൽ സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് വീണ്ടും സ്തോത്രം ചെയ്യാം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം നമ്മൾ സ്തോത്രം. നമ്മുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വചനം നമ്മൾ വചനം ശ്രവിക്കാൻ പോവുകയാണ്. കഴിയുമെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടില്ല എങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഓണാക്കിയിരുന്നാൽ വചനം പറയുന്ന ആദ്യം ഒരു പ്രചോദനമായി തീരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവനാമത്തിൽ നമ്മുടെ സിസ്റ്റർ ആന്റിയെ ദൈവനാമത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ ആന്റി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ഈ പ്രാർത്ഥനാ ധ്വനി വിമൻസ് ഫെലോഷിപ്പിലെ പ്രിയ സഹോദരിമാരോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ എൻ്റെ ജീവിതത്തിലും കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2-3 പ്രാവശ്യമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും റെഗുലറായി കയറുവാനായിട്ട് സാധിക്കുന്നില്ല. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെയും ചർച്ചിലൊക്കെ നമ്മുടെ WMCയുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കയറുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയ ബിന്ദു സിസ്റ്ററുമായിട്ട് ഇടയ്ക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് വാട്സാപ്പിലൊക്കെ ആയിട്ട്. കർത്താവ് നടത്തി പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ചും എൻ്റെ മമ്മിയുടെ വിവരം ഞാൻ ബിന്ദു സിസ്റ്ററിനോട് പറഞ്ഞിരുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 9 മുതൽ എൻ്റെ മാതാവ് കിടപ്പിലായിരുന്നു. 90 വയസ്സ് കഴിഞ്ഞ് 90 വയസ്സ് വരെ ദൈവം അത്ഭുതകരമായി നടത്തി. ഒന്ന് വീഴ്ചയിലാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ അത് ബുദ്ധിമുട്ടായി തീരാതെ കർത്താവിന്റെ സന്നിധിയിൽ സമാധാനത്തോടെ ചേർക്കപ്പെടുവാൻ അടിയങ്ങളും ആഗ്രഹിച്ചു. ആ വിഷയം പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച 25-ാം തീയതി നവംബർ അങ്ങനെ വളരെ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. ചൊവ്വാഴ്ച ഫ്യൂണറൽ സർവീസൊക്കെ നടന്നു. പ്രാർത്ഥിച്ച എല്ലാ സഹോദരിമാർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ഇപ്രകാരം തലമുറകൾക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിപ്പാൻ എല്ലാ ദിവസവും കൂടി വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹോദരന്മാരുടെ ഉള്ളങ്ങളിൽ പ്രത്യേകിച്ചും ബിന്ദു സിസ്റ്ററിന്റെ കുടുംബത്തിലെ ആ ദേവദാസിന്റെ ഉള്ളങ്ങളിൽ അങ്ങനെ പ്രേരണ കൊടുത്തു. ആമേൻ. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയൊന്നും അസ്ഥാനത്തായി പോവുകയില്ല. നമ്മുടെ തലമുറകൾക്ക് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തീരും. നമ്മുടെ കൺമുൻപിൽ പ്രാർത്ഥനയുടെ വിടുതലുകളൊക്കെ കാണുവാൻ ഈ ദിവസങ്ങൾ ദൈവം ഇടയാക്കും. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ പകൽക്കാലം ദൈവവചനത്തിൽ നിന്നും സംസാരിപ്പാൻ തക്കവണ്ണം അടിയനെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഒരു വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു.
തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി. നമ്മുടെ കൺമുൻപിൽ അനവധി അനർത്ഥങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വേർപാടുകളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ നമ്മുടെ ഒക്കെ വിട്ട് കടന്നുപോയി. അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിലും ജീവനുള്ളവരുടെ ദേശത്ത് നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ പുനഃനാമം നമ്മളിൽ കൂടി മഹിമപ്പെടുവാനാണ്. ഇനി നമ്മുടെ മുമ്പിൽ സമയം ഏറെയില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ ഒട്ടും സമയം നഷ്ടമാക്കി കളയാതെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ എന്നെ ഇങ്ങനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് എനിക്കൊരു അവസരം തന്നതിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചന ഭാഗം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാ പ്രവചനം 15-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആളോടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, നല്ല സമയത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഹോദരിമാരായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പാതപിടുത്തങ്ങൾ അടുത്തു വന്ന് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഇടുവെന്ന് പ്രാർത്ഥിപ്പാനോടൊന്ന് ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അടയാളുടെ മധ്യത്തിലുള്ള കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ വാഗ്ദത്തം അപ്രകാരമാണല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി നടുവിൽ അവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങയുടെ വാഗ്ദത്ത വചനമാ. അങ്ങനെ ഞങ്ങൾ കർത്താവേ വളരെ വിദുരിതങ്ങളിലായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രമെങ്കിലും ഹല്ലേലൂയ ആത്മാവിന്റെ ഐക്യതയിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ, അങ്ങയുടെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങൾ കർത്താവെ, ആ പരിശുദ്ധാത്മാവിനാൽ തന്നെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അടിയനെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾക്ക് സംസാരിക്കുന്ന അടിയനും അതൊരുപോലെ പ്രയോജനമായി തീരുവാൻ രക്ഷക സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ദൈവവചനത്താൽ അവൻ വീണ്ടും ജനിക്കപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയല്ലാത്തവരുണ്ട് എങ്കിലും അവർക്കും ഇന്നത്തെ പകൽക്കാലം ഈ ദൈവവചന കേൾവി ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ നാം വായിച്ചതിനകത്തും നമുക്ക് മനസ്സിലാക്കാമല്ലോ, യെരമ്യാ പ്രവചനം നിന്നാണല്ലോ നാം വായിച്ചത്. വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം, അതിനെക്കുറിച്ചാണ് ആമേൻ ഇന്ന് സംസാരിപ്പാനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളങ്ങളിൽ ഇടപെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളേവരും നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഈ വചനം നമ്മളെല്ലാവരും ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണ്. എന്താണ് വാസ്തവമായ ദൈവവചനം? ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്ത്? നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഈ വചനത്തോടുള്ള ബന്ധം എങ്ങനെയാണ്? യഥാർത്ഥമായി നാം അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആ വചനം ആഗ്രഹിക്കുന്നത് പോലെ അത് പ്രയോജനപദത്തിൽ നാം കൊണ്ടുവരുന്നുണ്ടോ? ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിപ്പാനാണ് ഞാൻ ദൈവനാമത്തിൽ ആമേൻ ശരണപ്പെട്ട് ഈ പകൽക്കാലമായിരിക്കുന്നത്. പറഞ്ഞു, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നാം വീണ്ടും ജനിച്ചു. പിന്നെ അപ്പോസ്തലൻ 2-ാം അധ്യായത്തിൽ 1 പത്രോസ് 1 പറയുന്നു, അതുകൊണ്ട് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പം വചനത്താൽ നാം വീണ്ടും ജനനം പ്രാപിച്ചു. ആ വീണ്ടും ജനനം പ്രാപിച്ച ജനിക്കുന്ന ഒരു ശിശുവിന് വളർച്ച വേണമല്ലോ. വളരണമെങ്കിൽ ആ മായമില്ലാത്ത പാൽ കുടിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആ വചനത്തെ കുറിച്ചൊന്ന് ആധികാരികമായിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവവചനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ദൈവമക്കളായ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസികളായ ദൈവമക്കളുടെ ഉള്ളങ്ങളിലേക്ക് അനേക വചനം, വേദഭാഗങ്ങൾ ഉള്ളങ്ങളിലേക്ക് കടന്നു വരും. നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. ആധികാരികമായിട്ട് നാം ഒന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമം ദൈവവചനം അത് എബ്രായ ഭാഷയിലാണല്ലോ എഴുതപ്പെട്ടത്. അപ്പോൾ എബ്രായ ഭാഷയിൽ വചനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ദാവാർ എന്നാണ്. അതായത് ദൈവത്തിൽ നിന്നുള്ള കൽപ്പന അല്ലെങ്കിൽ പ്രവചനം, മുന്നറിയിപ്പ്, അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആശയവിനിമയം എന്നുള്ള ഒരു ചിന്തയാണ്. നമുക്കറിയത്തില്ല, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ല, ദൈവം പണ്ട് ഭാഗമായും
വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. അപ്പം നമ്മോട് അറിയിച്ച ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ, പ്രവചനങ്ങൾ, അങ്ങനെ മനുഷ്യനുമായിട്ടുള്ള ആശയവിനിമയം എന്നുള്ള അർത്ഥത്തിലാണ് ആ എബ്രായ പദം ദാവാർ അറിയപ്പെടുന്നത്. എന്നാൽ ഗ്രീക്കിൽ അത് പറയുന്നത് അതിനുള്ള അർത്ഥം, അത് ട്രാൻസ്ലേഷൻ വരുന്നത് ലോഗോസ് അല്ലെങ്കിൽ റീമ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനം. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സങ്കീർത്തനം 33:6 പറയുന്നുണ്ടല്ലേ, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അപ്പൊ യഹോവയുടെ വചനത്താൽ അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉൽപ്പത്തിയിൽ നമുക്കറിയാമല്ലോ, അവന്റെ വാക്കിനാലാണ് ആ സൃഷ്ടിപ്പ് മുഴുവനും, ദൈവത്തിന്റെ വചനത്താലാണ് സൃഷ്ടിപ്പ് മുഴുവനും നടന്നത്. എബ്രായർ 11 നാം നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ലോകം നാം കാണുന്ന ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അപ്പൊ ഈ ലോകത്തിന്റെ നിർമ്മിതി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്താലാണെന്നറിയാം. പിന്നെ നമുക്കോ യേശുവിന്റെ ജനനത്തെ കുറിച്ച് നോക്കിയാലോ, സാക്ഷാൽ ദൈവവചനം സ്വയമായി നിറവേറിയതായിരുന്നു യേശുവിന്റെ അത്ഭുത ജനനം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നത് എന്താ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ദൈവവചനം ജഡമായി തീർന്നതാണ് യേശു കർത്താവ് എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1:1-4 വരെയുള്ള വാക്യം നോക്കുമ്പോൾ എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ വാസ്തവമായി ദൈവവചനം. അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ വായിക്കുന്നത് എന്തുവാ? എല്ലാ തിരുവെഴുത്തും അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? തിരുവെഴുത്ത് ദൈവ ശ്വാസീയമാണ്, ഉപദേശത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത്. അപ്പം അവിടെ തിരുവെഴുത്തെന്ന് പറഞ്ഞിരിക്കുന്നു വചനത്തെ. നമ്മൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ വചനത്തിന്റെ പല പേരുകൾ നമുക്കറിയാം. ന്യായപ്രമാണം, കൽപ്പന, വിധികൾ, ചട്ടങ്ങൾ, തിരുവെഴുത്ത്, ഇതെല്ലാം ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം മുമ്പേ നമ്മൾ ചിന്തിച്ച വചന ഭാഗങ്ങൾ കൂടി നാം നോക്കുമ്പോൾ വചനത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു, ലോകം നിർമ്മിക്കപ്പെട്ടു, യേശു സാക്ഷാൽ വചനമായിരുന്നവൻ അവൻ ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനം ദൈവമായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നു. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് വചനം യഥാർത്ഥമായി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ജഡ അവതാരം എടുത്ത ദൈവം അല്ലെ വചനം, അതാണ് യേശു ക്രിസ്തു. ജഡാവതാരം എടുത്ത, എന്നാൽ തിരുവെഴുത്തുകളായി നമുക്ക് ലഭിക്കപ്പെട്ട വചനം ദൈവം, അതാണ് ഇന്ന് നമ്മുടെയൊക്കെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, ദൈവ വചനം. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ, നമ്മുടെ കരങ്ങളിൽ എടുത്ത് നാം ചിന്തിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ നാം എന്താ ഓർക്കണ്ടേ? ഈ തിരുവെഴുത്തുകളായി ഇന്ന് നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഈ വചനം എന്ന് പറയുന്നത് എന്താണ്? സാക്ഷാൽ ദൈവമായവൻ യേശു കർത്താവ്, ക്രിസ്തു യേശു, ആമേൻ, അതാണ് നമ്മളോട്, അവനാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ വാസ്തവമായി ദൈവവചനം ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ ആമേൻ നമ്മൾ ഈ വചനം വായിക്കുന്നത്? വാസ്തവമായി യേശു കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ വചനം എന്ന് പറയുന്നത് വചനം ദൈവമാണ്. ആമേൻ ജഡമായി അവതരിച്ച് ആമേൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട സാക്ഷാൽ ദൈവമാണ് ഈ ദൈവവചനമെന്ന് ആമേൻ നാം ചിന്തിച്ചുകൊണ്ടാണോ വചനം നാം ധ്യാനിക്കുന്നത്? ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. 119 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ന്യായപ്രമാണത്തെ, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഇപ്പൊ പ്രമാണങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാ? കൃത്യമായിട്ട് ആചരിക്കാനാ. ആവർത്തന പുസ്തകം 30-14 വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? നാം അനുസരിക്കേണ്ടതിന് നമുക്ക് ഏറ്റവും അടുത്ത് ഈ വചനം നമ്മുടെ വായിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ സമീപത്ത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നാം എല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെ? റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നില്ലേ 10-ാം അധ്യായത്തിൽ, അവൻ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ നാം ഈ പ്രസംഗിക്കപ്പെടുന്നത് ദൈവവചനം എന്ന് പറഞ്ഞാൽ വാസ്തവമായിട്ട് എന്താണ്? ക്രിസ്തു യേശുവിനെയാണ് നാം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാം ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന പുത്രനായ ക്രിസ്തു ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുക ചെയ്യുന്നത്. അപ്പൊ നാം ദൈവവചനം ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ സിൽവാനോസും തിമോത്തിയോസും
പത്രോസും ഒക്കെ കൂടെ ചേർന്ന് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു. അപ്പോൾ വചനം നാം പ്രസംഗിക്കുമ്പോൾ നാം പ്രസംഗിക്കുന്നത് ആരെയാ? യേശു ക്രിസ്തുവിനെയാ. ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ നാം ധ്യാനിക്കുന്നത് ആരെയാ? യേശു കർത്താവിനെ. വാസ്തവമായി യേശു കർത്താവാണ് ആമേൻ നമ്മളോട് സംസാരിക്കുന്നത്. നാം അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാണോ നാം ദൈവവചനം ധ്യാനിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. ആ വിശ്വസിച്ചു, ആ വചനം പ്രസംഗിച്ചപ്പോൾ ദൈവകൃപയാൽ നമുക്ക് ഓരോരുത്തർക്കും കാലാകാലങ്ങളിലായി ആ പ്രസംഗ തെസ്സലോനിക്ക ലേഖനത്തിലും പറയുന്നുണ്ടോ, 1 തെസ്സലോനിക്ക 2:13 പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, അത് സാക്ഷാൽ ദൈവവചനമായി. ആമേൻ. മനുഷ്യന്റെ ശബ്ദ വചനമായിട്ടല്ല, ദൈവവചനമായി നമ്മളത് കേട്ടു, അത് വിശ്വാസമായി നിങ്ങളുടെ ഇടയിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കും കാലാകാലങ്ങളായി വചനം കേൾക്കുവാനൊരു അവസരം ലഭിച്ചു. കൃപയാൽ അത് വിശ്വസിച്ചു, നമ്മുടെ ഉള്ളങ്ങളിൽ നാം ഏറ്റെടുത്തു, നമ്മുടെ വായ് കൊണ്ട് ആ വചനമായ കർത്താവിനെ നാം ഏറ്റുപറഞ്ഞു. അങ്ങനെയാണ് ആ യേശു കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിൽ വന്ന്, അങ്ങനെയാണ് ആ വചനം നമ്മുടെ വായിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് തിരുവഴുത്തായി വചനം ബൈബിൾ ആമേൻ നമ്മുടെ കരങ്ങളിലും നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്? അതനുസരിപ്പാനും കൃത്യമായിട്ട് അതിനെ ആചരിപ്പാനുമാണ്. അപ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ വചനം വെറുതെ മനുഷ്യൻ ഇങ്ങനെ എഴുതി വെച്ചതാണോ? അല്ല. ആമേൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പ്രവചനമൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് ആമേൻ ദൈവം നൽകി കൊടുത്തതിനെ അവർ സംസാരിച്ച്. നമുക്കറിയാമല്ലോ ഈ വചനം 40-ലധികം എഴുത്തുകാർ അതിലുണ്ട്. വിവിധ തുറകളിൽ ഉണ്ടായിരുന്നവർ, ഇടയന്മാരുണ്ടായിരുന്നു, ബുക്കുവന്മാരായിട്ടുള്ളവർ, രാജാക്കന്മാരായിട്ടുള്ളവർ, ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ളവരെല്ലാവരും ആണ് എഴുതപ്പെട്ടതെങ്കിലും 40-ലധികം എഴുത്തുകാരുണ്ടെങ്കിലും ആമേൻ ഇതെല്ലാം ഒരാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ഉൽപ്പത്തി മുതൽ റെവലേഷൻ വരെ നോക്കുമ്പോഴും വീണുപോയ പാപം നിമിത്തം വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി. ആ ഒരേ തീം, ഒരേ കണ്ടന്റാണ്. ആമേൻ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ആമേൻ. നമ്മൾക്ക് എല്ലാവർക്കും നമുക്ക് ഓരോ ടോപ്പിക്ക് തന്ന് നമ്മളെ കൊണ്ടുവന്ന് എഴുതിച്ചാൽ ഓരോരുത്തരും എഴുതുന്നത് ഒരേ ടോപ്പിക്കാണെങ്കിലും വ്യത്യസ്തമായി പോകത്തില്ലേ? പക്ഷെങ്കിൽ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഈ 66 പുസ്തകങ്ങളിലും ആമേൻ നാം ആദ്യോട് അന്തം പരിശോധിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ആമേൻ അസാരം എന്താണ്? ഒന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കുക. അതാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യത. അത് പിന്നെ അതിന്റെ ആ മഹത്വം എന്താണ്? ആമേൻ. സങ്കീർത്തനം 12:6 എന്താ പറയുന്നത്? യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത ആമേൻ വെള്ളി പോലെ. അത് നിർമ്മലമായ വചനമാണ്. സദൃശ്യവാക്യം 30:5 പറയുന്നത് എന്താ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, അതിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ആ ശുദ്ധി ചെയ്ത വചനത്തോടെ ഒന്നും കൂട്ടുവാനോ ഒന്നും കുറപ്പാനോ ആർക്കും സാധ്യമല്ല. 119 സങ്കീർത്തനം 89 വാക്യം എന്താ പറയുന്നത്? അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനമാ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസ്യമാ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ തന്നെ 2 തിമോത്തി 3:14 അവിടെ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നീ പഠിച്ചും നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ തക്കതായ ദൈവവചനം അത് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നീ നിലനിൽക്കുന്നുണ്ടോ? ഇത് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. വിശ്വാസികൾ, ദൈവമക്കളെന്ന് അറിയപ്പെടുന്ന നമ്മൾ വിശ്വസിച്ചു, ആമേൻ, രക്ഷ പ്രാപിച്ചു. എന്നാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പഠിച്ച വചനത്തിൽ നാം നിലനിൽക്കുന്നുണ്ടോ? അതിൽ നാം വളർച്ച പ്രാപിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം സങ്കീർത്തനം 19:7 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവിടെ വചനത്തിന്റെ വിവിധ പേരുകളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യഹോവയുടെ ന്യായപ്രമാണം, അവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് അത് തികവുള്ളതാ. ആമേൻ. അതെന്താ? നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതാ. നന്ദിയോടെ സ്തോത്രം. പിന്നെ അടുത്തത് പറയുന്നതോ സാക്ഷ്യം, യഹോവയുടെ സാക്ഷി. ഇതെല്ലാം വചനത്തെ കുറിച്ചാണ് പറയുന്നത്. അത് വിശ്വാസ്യമായതാ, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. 119 സങ്കീർത്തനത്തിന്റെ 130 വാക്യത്തിലും പറയുന്നു, ദൈവത്തിന്റെ വചനങ്ങൾ എന്താ? വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധിയെ ബുദ്ധിമാന്മാരാക്കുന്നു. അപ്പോൾ ദൈവവചനത്തിന്റെ ആ പ്രാധാന്യം, അതിന്റെ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ അത് എപ്രകാരമൊക്കെ നമുക്ക് പ്രയോജനപ്രദമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് ന്യായപ്രമാണം എന്ന് പറഞ്ഞു, സാക്ഷ്യം എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ആജ്ഞകൾ. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ രമ്യ പ്രവചനത്തിലും വായിച്ചതല്ലേ, കണ്ടെത്തി ഭക്ഷിച്ചു അതെനിക്ക് ആനന്ദം, എന്റെ ഹൃദയത്തിന് സന്തോഷം. അപ്പൊ യഹോവയുടെ ആജ്ഞകൾ. പിന്നീട് പറയുന്നത് യഹോവയുടെ കൽപ്പന നിർമ്മലമായത്. ആമേൻ. ആദ്യം നമ്മൾ ഇവിടെ വായിച്ചതുപോലെ ആമേൻ, സങ്കീർത്തനത്തിലും പറഞ്ഞതുപോലെ യഹോവയുടെ വചനങ്ങൾ നിർമ്മലമാ. അവന്റെ വചനം തന്നെയാണ് കൽപ്പന എന്ന് പറയുന്നത്. അത് നിർമ്മലമാ, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ അത് പ്രകാശിപ്പിക്കുന്നു. പിന്നെന്താണ്? അവന്റെ വിധികൾ എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം എന്താ? ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുന്ന ഈ വാക്കുകളെല്ലാം. അത് സത്യമാണ്, ഒട്ടൊഴിയാതെ
നീതിയുള്ളവയാകുന്നു. പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും ശ്രേഷ്ഠതയേറിയതാണ് ദൈവവചനം, സാക്ഷാൽ വചനമായവൻ. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ നമുക്ക് കണ്ടുമുട്ടുവാൻ ഇടയായല്ലോ. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതാണ് പറഞ്ഞ അവന്റെ വിധികൾ സത്യമായവ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കണം, നമുക്കൊരു എക്യുപ്മെന്റ് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു ഉപകരണം ലഭിച്ചാൽ അതിനെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആമേൻ സ്തോത്രം നമുക്കൊരു ഓപ്പറേഷൻ മാനുവൽ ലഭിക്കുന്നത് പോലെ ഒരു ദൈവത്തിന്റെ ജീവിതത്തെ ആമേൻ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് ആമേൻ നമുക്ക് പറഞ്ഞു തരുന്ന അല്ലയോ വഴിയും സത്യവും ജീവനുമാണ്. അല്ലയോ സ്തോത്രം. ഈ ദൈവവചനം നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന വചനം നമുക്കറിയാം. പിന്നെ 110 കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. നിങ്ങൾക്ക് എത്ര അറിയാം? ദൈവത്തിന്റെ വചനം എബ്രായർ 4:12 ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയത്. നമുക്കറിയാം എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വ ആയുധവർഗം ധരിക്കണം. ആയുധവർഗങ്ങളുടെ കൂട്ടത്തിൽ അവൻ ഒരു ആയുധമാണ്. എന്താണ്? ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ പരീക്ഷകനെ യേശു കർത്താവ് തന്നെ ജയിച്ചത് എങ്ങനെയാ? ആമേൻ സ്തോത്രം. തന്നെ ഉള്ളത്തിൽ നിറഞ്ഞു നിന്ന ദൈവവചനങ്ങളെ കൊണ്ടാണ് ആമേൻ പിശാചിനെ ജയിച്ചത്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവവചനം എന്ന ഈ ആത്മാവിന്റെ വാള്, ഈ ആയുധം നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മളെ ശുദ്ധീകരിക്കുന്ന വെള്ളമാണ് ഹല്ലേലൂയ ദൈവവചനം എന്ന് പറയുന്നത്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, വചനം അയച്ചവൻ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സദൃശവാക്യം 4-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ, സകല ജാഗ്രതയോടും കൂടെ വചനത്തെ കൈക്കൊണ്ട് അതിന്റെ ഹൃദയത്തിൽ നമ്മൾ അതിനെ സൂക്ഷിച്ച് അങ്ങനെ ആകുന്നുവെങ്കിൽ, ആമേൻ കൈക്കൊള്ളുന്നുവെങ്കിൽ നമ്മുടെ സർവ്വദേഹത്തിനും സൗഖ്യമാ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. കർത്താവ് തന്നെ പറയുന്നു, 15-ാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ ദൈവവചനം യഥാർത്ഥമായി നാം കേട്ട് ആമൻ നമ്മുടെ ഉള്ളത്തിൽ കൈക്കൊണ്ട് ആമൻ അതിൻ പ്രകാരം വിശ്വസിച്ച് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ വചനം നമ്മളെ ശുദ്ധിയായിരിക്കും. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മെല്ലാം കുറവുള്ളവരാ. ഹല്ലേലൂയ. നമുക്ക് ദിനംതോറും കഴികൾ ആവശ്യമാണ്. അതുകൊണ്ടല്ലേ ആമൻ പത്രോസിന്റെ പാദം കഴുവാനായിട്ട് ചെന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഈ ലോക ജീവിതത്തിൽ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ആമേൻ. നമ്മൾ അഴുക്കുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പറ്റുവാൻ ഇടയാകാൻ സംഗതികളുണ്ട്, സാവകാശങ്ങളുണ്ട്. എന്നാൽ അതൊന്ന് കഴുകണമെങ്കിൽ ദിനംതോറും എന്തോ വേണം? ഈ വചനത്തിന്റെ അടുത്തേക്ക് നമ്മളൊന്ന് വന്നെങ്കിലേ നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാനും ആ വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിപ്പാനായി കഴിയുള്ളൂ. അതുപോലെ തന്നെ 6-ാം അധ്യായം 63-ാം വാക്യത്തിന്റെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ നമ്മുടെ ആത്മീയ വർധനവിന് പറഞ്ഞല്ലോ, വീണ്ടും ജനനം പ്രാപിച്ച് ഒരു ശിശുവായിരിക്കുന്ന ഒരു പൈതലിന്റെ വളർച്ചയ്ക്ക് രക്ഷയ്ക്കായി വളരണമെങ്കിൽ അവിടെ പറയുന്നുണ്ട് ചിലതൊക്കെ വിട്ടുകളയണം. അതാണ് കഴികൾ പ്രാപിക്കേണ്ടത്. ആ കഴികൾ പ്രാപിക്കണമെങ്കിൽ ഈ വചനം നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പോൾ ഹല്ലേലൂയ സർവ രോഗത്തിനും അത് സൗഖ്യമാണ്, സർവ്വദേഹത്തിനും അത് സൗഖ്യമാണ്. പിന്നെ 119-ാം സങ്കീർത്തനത്തിൽ ആ വചനത്തിന്റെ ആ പ്രാധാന്യതയും അതിന്റെ മഹാത്മ്യത്തെയുമാണ് എല്ലായിടത്തും കീർത്തിച്ചിരിക്കുന്നത്. 11-ാം വാക്യം എന്താ പറയേണ്ടത്? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ബാലന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ വചനം ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളായി ആമൻ ഈ വേദ പുസ്തകം നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുമ്പോൾ ഓരോ ദിവസവും അതെന്താണ്? നാം അനുസരിപ്പാനാണ് അത് നമ്മുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഇത് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രയോജനപ്പെടുത്തുന്നു. നമുക്കറിയാം ഈ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഈ തിരുവെഴുത്ത്, ഈ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമമെന്നും നമുക്ക് ജനറലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും അതിനെ തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ സ്തോത്രം. അത് രണ്ടും പ്രധാനപ്പെട്ട 2 ഉടമ്പടികളാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള 2 ഉടമ്പടികളാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചന നമുക്കൊന്ന് ചിന്തിക്കാമെങ്കിൽ സ്തോത്രം, ഈ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയും പ്രധാനമായി ഹല്ലേലൂയ തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം ആദ്യത്തെ 5 പുസ്തകങ്ങളെ നമുക്കറിയാം. അതിനെ ഹല്ലേലൂയ മോശയുടെ ഗ്രന്ഥങ്ങൾ പെന്റാട്രിക്സ്, മോശയുടെ ഗ്രന്ഥങ്ങൾ എന്നാണ് അതിനെ പറയപ്പെടുന്നത്. അടുത്ത 12 പുസ്തകങ്ങളെ യോശുവ മുതൽ എസ്തർ വരെ അതിനെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഹല്ലേലൂയ സ്തോത്രം പൊയറ്റിക്കൽ ബുക്സ് കാവ്യ പുസ്തകങ്ങൾ, ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെ
അങ്ങനെ 5 പുസ്തകങ്ങൾ. അത് പിന്നെന്താണ്? പ്രവചന പുസ്തകങ്ങൾ. പ്രവചന പുസ്തകങ്ങളിൽ തന്നെ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നുമുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ അറിയാമായിരിക്കുമെങ്കിലും അറിയാമത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയുകയാണ് ജനറലായിട്ട് ഈ 66 പുസ്തകങ്ങൾ എങ്ങനെ തിരിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പം യെശയ്യാവ് തൊട്ട് ദാനിയേൽ വരെ വലിയ പ്രവചനം എന്ന് പറയുന്നു, ബാക്കി 12 എണ്ണം. ഹോശയ്യ തൊട്ട് മലാഖി വരെ ചെറിയ പ്രവചനം. അങ്ങനെയാണ്. അങ്ങനെ 4ആയിട്ട് തരം തിരിച്ചിരിക്കുന്നതിൽ ആ 39 പുസ്തകങ്ങളും അടങ്ങിയിരിക്കുന്നു. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം 27 പുസ്തകങ്ങൾ. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണെന്ന് നമുക്കറിയാം. പിന്നെ ഒരു ചരിത്ര പുസ്തകമുണ്ട്, അതാണ് അപ്പോസ്തല പ്രവൃത്തി. അതായത് ദൈവസഭയുടെ 30 വർഷത്തെ ചരിത്രം മുഴുവനും വൈദ്യനായ ലൂക്കോസിനാൽ എഴുതപ്പെട്ട ആ ചരിത്ര പുസ്തകം. പിന്നീട് വരുന്നത് ലേഖനങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് റോമർ തൊട്ട് ലേഖനങ്ങൾ. ആകെ 21 ലേഖനങ്ങൾ ഉള്ളതിൽ അതിനകത്ത് പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ് പ്രധാനമായിട്ടും. അതിൽ 13 എണ്ണം പ്രധാനമായി പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയതെന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ എബ്രായ ലേഖനത്തെ മാറ്റിയാൽ 13 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണ്. പിന്നീട് വരുന്നതിനെ ജനറൽ എപ്പിസൽസ് എന്നാണ് പറയപ്പെടുന്നത്. ലേഖനങ്ങൾ പ്രധാനമായി പലപ്പോഴും ഒരു സഭയ്ക്കുള്ള എഴുത്ത് അല്ലെ വ്യക്തികൾക്കുള്ള എഴുത്തായിട്ടാണ് ലേഖനങ്ങളെ നാം കാണുന്നത്. അങ്ങനെ 21 ലേഖനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിൽ തന്നെ കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്, ഇടയ ലേഖനങ്ങളുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. പിന്നെ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. ഇത് ഇടയ ലേഖനങ്ങൾ എന്ന് പറയപ്പെടുന്നു. പിന്നീട് 8 ജനറൽ എപ്പിസോഡ്സ് എന്ന് പറയുന്നത് എബ്രായർ തൊട്ട് യൂദാ വരെ. പിന്നീട് ഒരേ ഒരു പ്രവചന പുസ്തകമാണ് റെവലേഷൻ, അതായത് വെളിപ്പാട്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ബൈബിളിനെ നമുക്കൊന്ന് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിനെ വിഭാഗിച്ച് തന്നിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റൊരാളിനെ കുറിച്ചാണ് ഈ വചനം മുഴുവനും പറയുന്നത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്കൊന്ന് നോക്കാമെങ്കിൽ പഴയ നിയമത്തിലോട്ട് നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ മുഴുവനും കാണുന്നത് ആന്റിസിപ്പേഷൻ ഓഫ് ജീസസ്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അവരെ മശിഹായെ കാത്തിരിക്കുന്ന ഒരു അനുഭവം. നമുക്കറിയത്തില്ലേ, പ്രവചന പുസ്തകങ്ങളിൽ യെശയ്യാ പ്രവചന 7-ാം അധ്യായത്തിലൊക്കെ പറയുന്നില്ലേ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. മീഖ പ്രവചനത്തിലൊക്കെ എവിടെയാണ് ബേത്ലഹേം എഫ്രാത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, അങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ അവിടെ പ്രവാചകന്മാരെ കൂടി അരുളി ചെയ്തതിനെ ആ മശിഹായ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരു കാത്തിരിപ്പിനെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ സുവിശേഷത്തിലോട്ട് വരുമ്പോഴോ ആ യേശുവിനെ പ്രസന്റ് ചെയ്യുക, പ്രസന്റേഷൻ ഓഫ് ജീസസ്. ആമേൻ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ആന്റിസിപ്പേഷൻ ആയിരുന്നെങ്കിൽ ആമേൻ സുവിശേഷത്തിലോട്ട് വരുമ്പോൾ ആ യേശുവിനെ അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോസ്തല പ്രവൃത്തി നോക്കുമ്പോഴോ ആ യേശുവിന്റെ പ്രവൃത്തികളുടെ കണ്ടിന്യൂവേഷനാണ് അപ്പോസ്തലന്മാരിൽ കൂടി അവിടെ നടക്കുന്നത്. ലേഖനങ്ങൾ വരുമ്പോൾ ആ യേശുവിന്റെ പ്രവൃത്തികളുടെ, അവന്റെ ഉപദേശത്തിന്റെ ആമേൻ സ്തോത്രം എക്സ്പ്ലനേഷൻ ആണ്. ഡോക്ട്രിൻസ് ആൻഡ് ഹിസ് വർക്ക്, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ആമേൻ ലേഖനങ്ങളിൽ കാണുന്നത്. പിന്നെ വെളിപ്പാട് വരുമ്പോഴോ അതിന്റെ ഒരു പൂർത്തീകരണം, ക്ലൈമാക്സ്. ആമേൻ. യേശു എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു, ആ രക്ഷയുടെ പൂർത്തീകരണം, ആ കൺസമ്മേഷനാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. എല്ലാം എവിടെ നോക്കിയാലും, ഇത് മുഴുവനും നോക്കുമ്പോഴും എല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ഈ 66 മേച്ചൽപ്പുറങ്ങൾ ആമേൻ നല്ലിടനായ കർത്താവ് നമുക്ക് തന്നിരിക്കുക. ഈ മേച്ചൽപ്പുറങ്ങളിൽ കൂടി ഒന്ന് മേഞ്ഞ് അതൊന്ന് ഭക്ഷിച്ച് ആമേൻ നാം ഒന്ന് ബലം പ്രാപിച്ച് ഒന്ന് വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളിൽ എത്ര പേർ ഒരു പ്രാവശ്യമെങ്കിലും ആമേൻ ഈ വചനം ഈ 66 മേച്ചിൽപ്പുറങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഒരു വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും അവസാന നിമിഷങ്ങളിൽ നമ്മളെല്ലാം ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഇതുവരെയും ഈ ദൈവവചനം മുഴുവനായിട്ടൊന്ന് വായിച്ചു തീരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കൊന്ന് തീരുമാനം എടുക്കാം. അതങ്ങനെ അവിടെ നിർത്താനല്ല, പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട്. നമുക്കറിയാമല്ലോ, ഇതിലെ നമ്മളൊരു നോവലോ ഒരു കഥപുസ്തകമോ വായിച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നുകൂടെ വായിക്കാൻ തോന്നത്തില്ല, കാരണം നമുക്കതറിയാം. എന്നാൽ ഈ പുസ്തകത്തിന്റെ, ഈ ദൈവവചനത്തിന്റെ മധുരമ എന്താണിത്? തേനിലും തേൻകട്ടയിലും മധുരമേറിയതാ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ സ്തോത്രം, അത് ഓരോ രീതിയിലാണ് നമ്മുടെ ആവശ്യം അനുസരിച്ച് അവന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക ചെയ്യുന്നത്. അവൻ ആവർത്തന പുസ്തകത്തിൽ അതുകൊണ്ടല്ലേ പറയുന്നത്, ഓരോ മക്കളുടെയും ആവശ്യം അനുസരിച്ച്. അത് 32-ാം അധ്യായത്തില് ഒരു വചനമില്ലേ? ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളില്, ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ, മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞു പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ആമേൻ സ്തോത്രം. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. അത് ആമേൻ ഇളം പുല്ലിന് അതെങ്ങനെയാ വരുന്നത്? പൊടിമഴ പോലെ മതി. ആമേൻ. മഞ്ഞു പോലെ പെയ്യേണ്ടടുത്ത് അത് മഞ്ഞു പോലെ വരും.
ആമേൻ സ്തോത്ര. സസ്യങ്ങൾക്കോ അത് മാറിപ്പോരും. അപ്പൊ ഓരോരുത്തർക്കും അതെങ്ങനെ അത് സ്വീകരിക്കുവാൻ കഴിയുന്നു, ആമേൻ അതിനനുസരിച്ച് ഓരോരുത്തർക്കും എങ്ങനെ അത് ഗ്രാബ് ചെയ്യാൻ സാധിക്കുന്നു, അതനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യം പോലെ ആമൻ ആ വചനത്തെ ആമൻ വെളിപ്പെടുത്തി, ആമൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വചനത്തിലെ ആമൻ സ്തോത്രം ഏറ്റവും തങ്കവാക്യം എന്ന് പറയുന്നത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ആമൻ ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അതാണ് ആമൻ ഈ ന്യായപ്രമാണം. സങ്കീർത്തനക്കാരൻ പിന്നെയും പറയുന്നത് എന്താണ്? 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നതിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, അത് ഇടപെടാതെ എന്റെ ധ്യാനമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇടപെടാതെ അതിനെ ധ്യാനിപ്പാൻ, അതിനെ അനുസരിപ്പാൻ, അതിനെ കൃത്യമായിട്ട് ആചരിപ്പാനാണ് ദൈവവചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരിലും ഒക്കെ മോശയും ഒക്കെ യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ വചനം ആദ്യം അർത്ഥം നോക്കിയപ്പോൾ ഒറ്റ വ്യക്തിയെ കുറിച്ച് പറയുന്നെങ്കിലും പ്രധാനമായ 2 സംഭവങ്ങളാണ് നമുക്ക് ഈ വചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത് യേശുവിന്റെ ഒന്നാമത്തെ വരവ്. അതെന്തിനായിരുന്നു? യേശു ആമൻ വചനം ജഡമായി അവൻ നമ്മുടെ ഇടയിലേക്ക് സാക്ഷാൽ സ്വർഗത്തിലെ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ സകല മഹിമകളെയും വെടിഞ്ഞ് മനുഷ്യവേഷം ധരിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കുന്നത് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനായിട്ട് അവൻ അവതരിച്ചത് എന്തിനാണ്? ഹല്ലേലൂയ സ്തോത്രം. അതാണ് യേശുവിന്റെ ഒന്നാം വരവ്. അത് പാപപരിഹാരത്തിനായിട്ടായിരുന്നു. ആമൻ തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് 1:15 പറയുന്നില്ലേ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും സ്വീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. യേശുവിന്റെ ജനനത്തിങ്കൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നില്ലേ, ദൂതഗണങ്ങൾ എല്ലാവരും കൂടി നിന്ന് പാടി സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചു. ആമേൻ. സകല ലോകത്തിനും വേണ്ടിയാണ് യേശു ആമേൻ ജനിച്ചത്, ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. പിന്നീടോ അപ്പൊ യേശുവിന്റെ ജനനം സകലർക്കും വേണ്ടിയായിരുന്നു. അവൻ ക്രൂശിൽ മരിച്ചതോ സകലർക്കും വേണ്ടിയാ. 2 കൊരിന്ത്യർ 5:14 പറയുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പം അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. എന്നാൽ അപ്പൊ അതാണ് ഒന്നാമത്തെ വലിയ സംഭവം, അവന്റെ ഒന്നാമത്തെ വരവ്. രണ്ടാമത്തേതോ ഇനിയുള്ള അവന്റെ സെക്കൻഡ് കമ്മിങ്, ആമേൻ, ക്രിസ്തുവിന്റെ 2ാം വരവ്. അതെല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. എബ്രായർ 9:28 പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ആ സമയം ഏറ്റവും ആസന്നമായിരിക്കുക. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നും പറഞ്ഞ് അവൻ 3.5 വർഷക്കാലം അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് ഹല്ലേലൂയ സ്തോത്രം മാനസാന്തരത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ജനത്തിന്റെ ഉള്ളങ്ങളിലേക്ക്, തന്നെ ശിഷ്യഗണങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് വചനത്തെ നൽകിക്കൊടുത്ത് അവരോട് പറഞ്ഞു. ആമൻ സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ആമൻ സകല അധികാരവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ അല്ലെങ്കിൽ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷ്യം വഹിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളണം. ആ വചനം അവർക്ക് നൽകി കൊടുത്തിട്ടാണ് യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. ആ അപ്പോസ്തലന്മാർ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ആ പ്രവൃത്തികളിൽ കൂടി, തങ്ങളുടെ ശുശ്രൂഷകളിൽ കൂടി അവൻ ദൈവത്തിന്റെ കർത്താവിന്റെ പ്രവൃത്തി അവർ കണ്ടിന്യൂ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നില്ലേ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ ദൈവവചനം അത് കർത്താവ് സാക്ഷാൽ ദൈവമാണ്. ആമേൻ. യേശു കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ വളർന്ന് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൽ നാം വളരുന്നുണ്ടോ? സാക്ഷാൽ വചനമായി ഈ ദൈവമായി ആമേൻ ഇതിനെ നാം സ്വീകരിക്കുന്നുണ്ടോ? പുറപ്പാട് 16:21 ആമേൻ അവർ മന്ന പിറക്കിയതിനെ കുറിച്ച് അവിടെ പറഞ്ഞത് എന്തായിരുന്നു? അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പിറക്കി. അപ്പൊ അതിനകത്തുനിന്ന് 3 പദങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രാവിലെ തോറും, ഓരോരുത്തർ ആവശ്യമുള്ളിടത്തോളം. അപ്പോൾ ഈ മന്ന, ഈ ജീവമന്ന, ഈ ഭക്ഷണം അവൻ നാം ഓരോരുത്തരുമാ. എപ്പോഴാ? രാവിലെ തോറും. ഹല്ലേലൂയ സ്തോത്രം. അത് നാം ഒന്ന് ഭക്ഷിക്കണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മന്ന കിട്ടത്തില്ല, ഒഴുകിപ്പോവും. അപ്പൊ ഈ ദൈവവചനം ഇന്നത് തിരുവഴുത്തായി ആമേൻ നമ്മുടെ കരങ്ങളിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുക, നൽകപ്പെട്ടിരിക്കുക. രാവിലെ തോറും ഇതൊന്ന് ധ്യാനിക്കാൻ. ഹല്ലേലൂയ. നാം അതെങ്ങനെയാണ്? മറ്റുള്ളവരാരേലും വായിച്ചാൽ പോരാ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മതിയോ? പോരാ. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഈ വചനം ഭക്ഷിക്കണം. അതെങ്ങനെയാ? ആവശ്യമുള്ളിടത്തോളം.
ഹല്ലേലൂയ സ്തോത്രം. അത് പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയും ആവശ്യം എങ്ങനെ. ഹല്ലേലൂയ സ്തോത്രം. അത് മഞ്ഞ് പോലെ വേണോ, മാരി പോലെ വേണോ, ആമേൻ സ്തോത്രം, പൊടിമഴ പോലെ വേണോ, ആമേൻ അത് നമുക്ക് നൽകത്തരും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 5-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. കർത്താവേ, രാവിലെയുള്ള വചന ധ്യാനം, ഒരു ക്വയറ്റ് ടൈം, ഒരു മെഡിറ്റേഷൻ. നമ്മുടെ മെഡിറ്റേഷനില് പ്രാർത്ഥനയും വചനധ്യാനവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വചനധ്യാനത്തിനായി, അല്ലെങ്കിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്കായി എന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നേ ഉള്ളോ, അതോ നാം സ്വയമായി അവൻ വചന ധ്യാനത്തിനായി സമയം കണ്ടെത്തുന്നുവെന്ന് അവൻ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കുന്ന ദൈവമായ കർത്താവ് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അപ്പോൾ ഈ വചനം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപരമായിട്ട് വരണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അത് നാം ഓരോരുത്തരും ഹല്ലേലൂയ സ്തോത്രം അത് തനിയെ അതിനായി സമയത്തെ ഒരുക്കി. അതാണ് ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലോട്ട് വന്നപ്പോൾ ഞാനതിനെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നാം അന്വേഷിക്കണം, കണ്ടെത്തണമെങ്കിൽ അന്വേഷിക്കണം. ഈ വചനത്തിന്റെ പ്രാധാന്യത നാം മനസ്സിലാക്കി ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൽ നാം പ്രിയം വെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം അതിനായിട്ട് നാം സമയത്ത് വേർതിരിക്കണം. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇന്ന് ഫിസിക്കലി ഉണ്ടായിരുന്നെങ്കിൽ, യേശു എവിടെയും ഒരിടത്തൊന്ന് വരുന്നു എന്ന് നമുക്കറിയാമല്ലോ. വചനം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശ്രുതി കേട്ടിട്ട് പുരുഷാരം മുഴുവനും തിങ്ങിക്കൊടുമായിരുന്നല്ലേ. അപ്പൊ ഇന്നിപ്പം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അല്ലെ ഒരു പ്രസംഗത്തിനായി വരുന്നു എന്ന് കേട്ടാല് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എന്തൊടുക്കും? എന്ത് ത്യാഗം സഹിച്ച് നമ്മൾ അവിടെ എത്തിച്ചേർന്ന് അവനെ ഒന്ന് കാണുവാൻ, ആ മൊഴികളൊന്ന് കേൾക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? ഇന്ന് ഫിസിക്കലി കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലായെങ്കിലും ഈ ദൈവവചനം വാസ്തവമായി കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുക. ഈ ദൈവവചനം വാസ്തവമായി ഹല്ലേലൂയ ക്രിസ്തു യേശു തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ സ്തോത്രം നാം അതിനെ രാപ്പകൽ ധ്യാനിക്കണം. 1-ാം സങ്കീർത്തനം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ, അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പൊ ആറ്റരികത്ത് നമ്മളൊന്ന് നോക്കിക്കേ, 6 അരികളൊക്കെ ഇഷ്ടം പോലെ വൃക്ഷങ്ങളുണ്ടല്ലേ. ആ വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്ന വിത്തുകളൊക്കെ തന്നെ അവിടെയൊക്കെ വീണങ്ങ് തന്നെ കിളിച്ചു വരുന്നതാ. പക്ഷെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഭാഗ്യവാനായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എങ്ങനെയാ? ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമെന്ന്. അപ്പൊ നട്ടിരിക്കുന്ന വൃക്ഷമാകുമ്പോൾ അതിനൊരു യജമാനനുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. ദൈവമക്കളെ, നമ്മളെ എല്ലാം ഈ വയലിൽ ഹല്ലേലൂയ സ്തോത്രം ഈ കെട്ടിയടച്ച തോട്ടത്തിൽ നമ്മളെല്ലാം ആക്കിയിരിക്കുക. ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും നട്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു യജമാനനുണ്ട്, നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമ്മളെ കുറിച്ച് നന്നായി അറിയുന്നവൻ, നമുക്ക് ആവശ്യമായ പോഷണം തരുന്നവൻ. ഒരു യജമാനൻ ഒരു തൈ നട്ടാൽ അത് വളർച്ച പ്രാപിപ്പാൻ അതിന് ആവശ്യമായ പോഷണങ്ങൾ കൊടുക്കും. അത് വളർന്നു വരുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് നല്ല ഫലം ആ യജമാനൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ നമ്മെ നട്ടിരിക്കുന്നതാ ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് നമ്മളിൽ നിന്നും നമ്മുടെ യജമാനൻ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ നിന്നും ഈ വചനത്തിന്റെ ഉപമ, വിത്ത് വിതച്ച ഉപമ പറയുന്നില്ലേ, അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ. അപ്പൊ എന്താണ്? ആ വചനം നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ കേൾക്കണം, സംഗ്രഹിക്കണം, വളരണം, ഫലം കൊടുക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, 15-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നിങ്ങളുടെ വചനം നാം നിലനിൽക്കുകയും ചെയ്യണം. അപ്പൊ നാം പുറപ്പെടണം. അതെങ്ങനെയാ? ഈ വചനം ഏറ്റെടുത്ത് വചനമാകുന്ന കർത്താവിനെ നമ്മുടെ ഉള്ളത്തിൽ കൈക്കൊണ്ട് അവനിൽ നിന്നും കേട്ട് അവന് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നാം തീരണം. അപ്പൊ ഈ വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. നമുക്കറിയാം, ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേര് അതിന് വളരെ ഇമ്പോർട്ടൻ്റാ, അതിന്റെ തടി അതിന് വളരെ ഇമ്പോർട്ടൻ്റാ, ബ്രാഞ്ചസ്, ഇലകൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. പക്ഷെ ആ ഫ്രൂട്ട് ആ വൃക്ഷത്തിന് ഒരു ഫലവും ചെയ്യുന്നില്ല, ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ആ ഫ്രൂട്ട് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നത്. നമ്മളും അങ്ങനെ ഫലം കൊടുക്കും, സകല സൽപ്രവൃത്തികളും വക പ്രാപിച്ച് തികഞ്ഞവരാകണം. സൽപ്രവർത്തികൾ ദൈവ മക്കളിൽ നിന്നാ ഹല്ലേലൂയ സ്തോത്രം. ഏതൊരു വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാമെന്ന കർത്താവ് പറഞ്ഞു. അപ്പൊ നമ്മളിൽ നിന്നും പുറപ്പെടുന്ന ഫലം എങ്ങനെയാ? ആത്മാവിന്റെ ഫലമാണോ അതോ ജഡത്തിന്റെ പ്രവൃത്തികളാണോ? സ്തോത്രം. അത് തിരിച്ചറിയണമെങ്കിൽ ഈ ദൈവവചനം നാം രാപ്പകൽ ധ്യാനിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എപ്രകാരമുള്ള ഫലം പുറപ്പെടുവിക്കണം? ഹല്ലേലൂയ സ്തോത്രം. 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താ? നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ
വളരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പന നമുക്കറിയാം മരുഭൂമിയിലൊക്കെ വളരുന്നതല്ലേ ഈന്തപ്പന. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ അത് വളർന്നു വരുന്നതെങ്കിലും ആ പനയുടെ കീഴിൽ വഴിയാത്രക്കാർക്ക് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്നവർക്ക് അത് നല്ല തണൽ നൽകി കൊടുക്കുന്നില്ലേ? അതിന്റെ മധുരമായ ഫലം അത് നൽകി കൊടുക്കുന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് നമ്മളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന. ഫിലോമോനെ കുറിച്ചൊക്കെ പറയുന്നതല്ലേ, മറ്റുള്ളവരുടെ ഹൃദയം, സഹോദരന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നവരായി, നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിപ്പെടുത്താതെ നല്ല ഫലം, ഹല്ലേലൂയ, സ്തോത്രം, പകർന്നു കൊടുക്കുക. തക്ക കാലത്ത് ഫലം കായ്ക്കെന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ആവശ്യമായവർക്ക് ആശ്വാസ വചനങ്ങൾ നൽകി കൊടുത്ത് നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തികൾ വരുവാൻ തക്കണം ആകണമെങ്കിൽ ഈ വചനത്തെ രാപ്പകൽ ധ്യാനിച്ച് ഈ വചനത്തിൽ നാം വളർന്നെങ്കിലേ പറ്റുകയുള്ളൂ. അതെന്താണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്ത വൃക്ഷം. യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, വാട്ടം തട്ടുന്ന ഉഷ്ണം തട്ടുമ്പോഴും വാടിപ്പോകാതെ നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ്? പ്രതിസന്ധി വരുമ്പോൾ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, വാട്ടം വരുമ്പോൾ എന്തെടുക്കണം? വേറെ ആഴത്തിലേക്ക് ഇറങ്ങണം. അത്യരികത്ത് ഉഷ്ണകാലമൊക്കെ വരുമ്പോൾ, വരൾച്ച വരുമ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു പോകും. പക്ഷെ ആ സമയത്ത് ആ വൃക്ഷങ്ങൾ എന്തെടുക്കും? വേറെ വെള്ളത്തിലേക്ക്, ആഴമുള്ളിടത്തേക്ക് ഇറങ്ങിച്ചെല്ലും. അതുകൊണ്ടാണ് പനയുടെ, ലെബാനോനിലെ ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ വളരുന്നത് ആ ദേവദാരു. വലിയ കാറ്റടിക്കുമ്പോൾ അതിന്റെ തുഞ്ചം വന്ന് തറയിൽ മുട്ടുന്നത് വരെ അത് വളഞ്ഞു വരും. പക്ഷെ അതൊരിക്കലും ഒടിഞ്ഞു പോകത്തില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ വേറെ ആഴത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാ. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ലേ? ഗിരിപ്രഭാഷണത്തിൽ 7-ാമത്തെ സുവിശേഷമായ എന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് പറഞ്ഞിരിക്കുന്ന, ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സമൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് മഴ പെയ്യാതിരുന്നില്ല, കാറ്റടിക്കാതിരുന്നില്ല, പ്രതിസന്ധികൾ വന്നു. ദൈവമക്കളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ തലമുറകളുടെ വിഷയങ്ങളിൽ നമ്മൾ ഭാരപ്പെടുന്നവരുണ്ട്, രോഗബന്ധനങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതൊന്നും വരില്ല എന്നല്ല. എന്നാൽ യഥാർത്ഥമായി വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആ വചനത്തിലേക്ക് നമ്മുടെ വേര്, നമ്മുടെ ഉറപ്പ്, നമ്മുടെ അടിസ്ഥാനം ആ ദൈവവചനത്തിലാണെങ്കിൽ, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന ആ വചനമാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ പണികളെങ്കിൽ, ജീവനുള്ള കല്ലുകളായിട്ട് അവനോട് ചേർന്നാണ് നാം പണിയപ്പെടുന്നതെങ്കിൽ, ഈ പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, അത് നമ്മെ ഉലച്ചു കളയുകയില്ല, നാം തളർന്നു പോകുകയില്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആ ദൈവവചനത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഹല്ലേലൂയ, ഈ വചനം തന്നെ നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളോട് സംസാരിച്ച് നമുക്ക് ബലം തരും. മറ്റുള്ളവരെ കൂടി ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നെന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഹൃദയം ആ വചനങ്ങളെ കൊണ്ട് നിറഞ്ഞെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തെ നാം സ്നേഹിച്ച് ഇടപെടാതെ ഇതിനെ ധ്യാനിച്ച് രാപ്പകൽ ഇതിനെ ധ്യാനിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ആ തക്ക കാലത്ത് ഫലം കൊടുക്കുന്ന ആ വൃക്ഷം പോലെ എത്ര പ്രതിസന്ധികൾ വന്നാലും വീഴ്ചകൾ നമുക്ക് സംഭവിക്കാതെ വീണു പോകാമാകുന്ന സ്ഥാനത്തും വചനത്താൽ ബലപ്പെട്ട് നിൽക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമ്മളെ തന്നെ നമ്മുടെ ദൈവകരങ്ങളിലേക്ക്, ഹല്ലേലൂയ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമ്മുടെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8:31 പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അപ്പൊ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൽപ്പന അനുസരിച്ചു. കൽപ്പനകൾ ധാരാളമുണ്ട്. എന്നാലും ഹല്ലേലൂയ, അടിസ്ഥാന പ്രമാണങ്ങളിൽ നാം വിശ്വസിച്ചനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ആ ശിഷ്യത്വത്തിന്റെ പദവിയിലേക്ക് നാം വന്നുവെങ്കിൽ ഈ വചനത്തിൽ നാം നിലനിൽക്കുന്നവരായിരിക്കണം. നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണോ വചനം ഒന്ന് തുറന്നു നോക്കി വായിക്കുന്നത്? അല്ലെങ്കിൽ എന്നും രാവിലെ ഒന്ന് വായിക്കണമല്ലോ എന്നോർത്ത് വായിക്കുക, അങ്ങനെയാണോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. അതിനെ രാപ്പകൽ നാം ധ്യാനിക്കുകയും ചെയ്യണം, വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യണം. യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? വചനത്തെ, ഹല്ലേലൂയ, സ്തോത്രം, നിലനിൽക്കാഞ്ഞാൽ അതെങ്ങനെയായിരിക്കുമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് നമുക്കൊന്ന് നോക്കാം. 1-ാം അധ്യായത്തിന്റെ 21 മുതൽ, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ.
ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം അവൻ കേട്ടിട്ട്, ഹല്ലേലൂയ സ്തോത്രം, അത് മറന്നുപോയാൽ എങ്ങനെയാണ്? അത് ചെയ്യാത്തവനായിരുന്നാൽ എങ്ങനെയാണെന്ന് പറഞ്ഞേ. നമ്മളെല്ലാവരും രാവിലെ സമയം കണ്ണാടി നോക്കിയതാ. നമ്മുടെ മുഖം എങ്ങനെ ഇരുന്ന് നമ്മൾ അന്നേരം കണ്ടു. ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മളങ്ങ് മറന്നുപോകും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം വചനം കേട്ടിട്ട് ചെയ്യാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ, കേട്ട് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു, ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനപ്പെട്ട് പണിത ബുദ്ധി. എന്നാൽ ചെയ്യാതിരുന്നാലോ? ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ മുഖം മറന്നതുപോലെയുള്ള അനുഭവത്തില. എന്നാൽ എങ്ങനെയാ പറഞ്ഞേ? സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കണം. അതാണ് പറഞ്ഞത്. നാം കണ്ടെത്തി അതിനെ ഭക്ഷിച്ച് അതിൽ നിലനിൽക്കുന്നവനോ, ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായ എന്റെ ശിഷ്യന്മാരായി. അപ്പം വചനത്തിൽ നിലനിൽറ്റാൽ അവരെങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാണ്. അപ്പോൾ കേട്ടിട്ടോ? നമ്മൾ കേട്ടിട്ട് പുറത്തെ പോകുവാനായിട്ടല്ല. അതാ പറഞ്ഞത്, വചനം കേൾക്കണം, ഗ്രഹിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം, ഫലം പുറപ്പെടുവിക്കണം. അപ്പൊ കേട്ട് നമ്മൾ മറന്നു പോകുവാനായിട്ടല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ദൈവവചനം എന്ന് പറയുന്നത് എന്താ? ദൈവമക്കളുടെ വാഗ്ദത്തങ്ങൾ മുഴുവനും നിറഞ്ഞിരിക്കുന്നത്, അനേക പ്രോമിസസ് അവൻ നിറഞ്ഞിരിക്കുന്നതാണ് ഈ ദൈവവചനം. അവൻ ഈ പ്രോമിസസ് അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മൾക്കത് എങ്ങനെയാ പ്രാപിക്കാൻ പറ്റുന്നത്? അതിനെ നാം തുറന്നു നോക്കി ദൈവവചനം വായിച്ച് അതിനെ ഏറ്റെടുത്ത് അതിനെ വിശ്വസിച്ച് നമ്മുടെ സ്വന്തമെന്നാക്കി, ഹല്ലേലൂയ സ്തോത്രം, ആ വചനങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ ആ വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറുവാനായിട്ട് ഇടയാകുന്നത്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ഒരു യൗവനക്കാരനായ ഒരു മകൻ, ഒരു ബിസിനസ്സുകാരനായ ഒരു പിതാവിന്റെ ഏക മകനാണ്. വളരെ സമ്പത്ത് അവർക്കുണ്ട്. അവൻ പഠനമൊക്കെ കഴിഞ്ഞു. അവന്റെ ഗ്രാജുവേഷന്റെ ഒക്കെ സമയമായ സമയത്ത് അവന്റെ അപ്പനോട് പറഞ്ഞു, ഗ്രാജുവേഷന് ഞാൻ ആഗ്രഹിക്കുന്ന പപ്പ, എനിക്കൊരു ഗിഫ്റ്റ് വേണം. അതെന്താണ്? അവന് സ്പോർട്സ് കാർ ഭയങ്കര ഇഷ്ടമാണ്. അവൻ പോയി ഒരു ഷോറൂമിൽ പോയി ആ കാറൊക്കെ കണ്ടുവെച്ചു. എന്നിട്ട് ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. അവനറിയാം അവന്റെ അപ്പൻ ഭയങ്കര ബിസിനസ്സുകാരനാണ്, ധാരാളം പണമൊക്കെ ഉണ്ട്. താൻ ചോദിച്ച ഈ ഗിഫ്റ്റ് അവന് കൊടുക്കാൻ അവന്റെ അപ്പന് സാധിക്കുമെന്ന് അവന് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഗ്രാജുവേഷന്റെ ഡേ വരാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ ആ ഡേറ്റ് വന്നു. ഗ്രാജുവേഷന്റെ ടൈം വന്നപ്പോൾ അവന്റെ അപ്പന്റെ സ്റ്റഡി റൂമിൽ, ഓഫീസ് റൂമിൽ താൻ ചെന്നു. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പാ എന്നാണ് എന്റെ ഗ്രാജുവേഷൻ, ഞാനൊരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞു, ഓക്കെ മോനെ, സന്തോഷം, നിന്നെ പോലെ ഒരു പൈതലിനെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നീ പഠിച്ച് മിടുക്കനായല്ലോ, നല്ല വിജയം കരസ്ഥമാക്കിയല്ലോ പറഞ്ഞിട്ട് വളരെ മനോഹരമായ പാക്കിംഗ് റാപ്പൊക്കെ വെച്ച് പൊതിഞ്ഞ് നല്ല റിബണൊക്കെ കിട്ടിയൊരു ബോക്സ്, ഒരു ചെറുതെടുത്ത് അവന്റെ കൈ കൊടുത്തു. അപ്പൊ ഇത് കിട്ടിയപ്പോഴത്തേക്ക് അവനൊരു സംശയം, എന്താ അപ്പനോട് ഞാനൊരു കാറായിരുന്നല്ലേ ചോദിച്ചേ. അപ്പൊ അവന്റെ വിചാരം, ഒരു കാറാണെങ്കിൽ ഷോറൂമിലൊക്കെ കൊണ്ടുപോകണം, ഒരു കാറിന്റെ കീ ഒക്കെ എനിക്ക് കിട്ടണം, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിരുന്നില്ല അവൻ പ്രതീക്ഷിച്ചത്. അവൻ എന്നായിരുന്നാലും ആ റിബണൊക്കെ ഒന്ന് അഴിച്ച് തുറന്നു നോക്കിയപ്പം ഒരു കറുത്ത ബൈൻഡിട്ട ഒരു ബൈബിൾ, നല്ല സ്വർണ്ണ ലിപിയിൽ അവന്റെ പേരൊക്കെ അതിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോഴേ അവന് ദേഷ്യം വന്നു. ഡാഡി, ഐ വാണ്ടഡ് എ കാർ, നോട്ട് എ ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് അങ്ങോട്ട് ഒരു ദേഷ്യപ്പെട്ട് എറിഞ്ഞു കൊടുത്തിട്ട് അവൻ അവിടെ പോയി. പിതാവൊന്നും പറഞ്ഞില്ല. കാലങ്ങൾ കഴിഞ്ഞു. അവനോടൊന്ന് പോയി, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ സമ്പാദിച്ചു, വിവാഹിതനൊക്കെയായി വേറൊരു ദേശത്ത് അവൻ ഇങ്ങനെ പാർക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഓർത്തു, ഒത്തിരി നാളായല്ലോ പിതാവിനെ കണ്ടിട്ട്, ഒന്ന് പോയേക്കാം ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ടെലിഗ്രാം ലഭിക്കുന്നത്. ഒരു പിതാവ് മരിച്ചുപോയി, പോയേക മകനാണല്ലോ, നീ വന്ന് ആ പിതാവിന്റെ സമ്പത്ത് സ്വത്ത് കാര്യങ്ങളിലെല്ലാം അവകാശം പ്രാപിക്കാനായി കടന്നു വരണമെന്ന് പറഞ്ഞ ലെറ്റർ. അവന് ഭയങ്കര വിഷമം ഉണ്ടായി. എന്നിരുന്നാലും വീട്ടിൽ ചെന്നു. ആ പപ്പായുടെ ഡാഡിയുടെ ഓഫീസ് റൂമിൽ ചെന്നപ്പോൾ അന്ന് അവൻ വലിച്ചെറിഞ്ഞിട്ട് പോയ ആ ഗിഫ്റ്റ് അതുപോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവൻ പതുക്കെ അതൊന്നും കൂടെ എടുത്തു, ആ ബൈബിള്. എന്നിട്ട് പതുക്കെ അതിന്റെ ആ സിബ് ഒന്ന് തുറന്ന് അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് മനോഹരമായ റിബണിൽ കെട്ടിയ ഒരു കീ, ഒരു കാറിന്റെ കീ അതിൽ നിന്ന് താഴോട്ട് പോയി. അവൻ പോയി നോക്കിയപ്പോ അവൻ ഗ്രാജുവേഷന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ആ ഗിഫ്റ്റ് വെച്ചേക്കുന്നത്. അവൻ എന്ന് ആഗ്രഹിച്ചോ അവൻ കണ്ട ആ കാറിന്റെ തന്നെ കീയാണ് ആ പിതാവ് എഴുതി വെച്ചേക്കുക. എന്നിട്ട് ബൈബിളിൽ ആ മത്തായി സുവിശേഷത്തിലൊരു വാക്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക.
ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. അവനത് കണ്ടപ്പോൾ വളരെ പ്രയാസമായി അവൻ കരഞ്ഞു. എൻ്റെ പിതാവ് അവൻ ആ ഗിഫ്റ്റ് എനിക്ക് ഇതിനകത്ത് വെച്ച് തന്നിരുന്നു, എന്നാൽ അതൊന്ന് തുറന്നു നോക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ ആ പിതാവ് ആ മകൻ അതുപോലെ തന്നെ ആ വചനത്തിൽ പിതാവിന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കി ആ വചനത്തിൽ വളരണമെന്നും ആ പിതാവ് ആഗ്രഹിച്ചിരുന്നു. മക്കളെ, പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ? നമ്മളൊക്കെ പിതാവിനോട് ചോദിക്കും പല കാര്യങ്ങളും, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പാക്കേജിൽ ആ ഗിഫ്റ്റ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അതിനെ തിരസ്കരിച്ചിട്ട് അങ്ങനെ പോകും. അങ്ങനെ സ്വർഗീയ പിതാവ് നമുക്ക് തന്ന എത്രയോ ഗിഫ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാതെ അതിനെ സ്വീകരിക്കാതെ നാം പോയിരിക്കുന്നു. ഈ ദൈവവചനം ഞാൻ പറഞ്ഞല്ലോ, ദൈവിക വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞതാ. നമുക്കുള്ള അനേക പ്രോമിസസ് ഇതിൽ നിറഞ്ഞിരിക്കുക. പക്ഷെ നമ്മളിത് ഒന്ന് സന്തോഷത്തോടെ ഇതൊന്ന് തുറന്നു നോക്കിയെങ്കിലല്ലേ ആ പ്രോമിസസ് നമുക്ക് അനുഭവമാക്കുവാൻ സാധ്യമാകുള്ളൂ. ആ മകനൊന്ന് അതൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ ആ കാറിന്റെ കീ അവന് കിട്ടുമായിരുന്നു. അതുപോലെ പക്ഷെ അവൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മറുപടി കിട്ടാഞ്ഞതുകൊണ്ട് അവനത് വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി. അവൻ പലപ്പോഴും ഈ ദൈവവചനം ആമൻ ഇതൊന്ന് തുറന്നു നോക്കി. ആമൻ സാക്ഷാൽ ദൈവവചനം, സാക്ഷാൽ ക്രിസ്തുവായവനാണ് ആമൻ എന്നോട് സംസാരിക്കുന്നത്, സാക്ഷാൽ ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം എന്ന് മനസ്സിലാക്കി അതിന്റെ ഇമ്പോർട്ടൻസ് നാം മനസ്സിലാക്കി. ആമൻ സ്തോത്രം. ക്രിസ്തുയേശു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം ഒരു മായവുമില്ലാത്ത പാലാണ്. ഈ പാൽ കുടിച്ച് ഞാൻ വളരണം, പിന്നെയും എന്നും പാൽ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ടല്ല, ആമേൻ ഉപദേഷ്ടാക്കന്മാരായി തീരുവാൻ, ഈ നമ്മൾ അറിയുന്ന സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ആമേൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന് ഈ വചനത്തെ നാം ധ്യാനിക്കണം. ഈ പ്രോമിസസ് നാം വിശ്വസിക്കണം. ഇത് നാം തുറന്നു നോക്കണം. ആമൻ ദിനവും ആമൻ ഈ വചനവുമായിട്ടുള്ള പരിചയം നമുക്ക് ഉണ്ടാകണം. ആമൻ സ്തോത്രം ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് നാം പകർന്നു കൊടുക്കണം. യെരമ്യാ പ്രവാചകൻ പറയുന്നു, നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു, അതെന്റെ ഹൃദയത്തിന് ആനന്ദമാ, സന്തോഷമാ. ഇന്ന് നമ്മുടെ തലമുറ ആമൻ അവരുടെ ഹൃദയത്തിന് ആനന്ദം കിട്ടുവാൻ, അവരുടെ ജീവിതത്തിൽ സന്തോഷം ലഭിപ്പാൻ അവരെന്ത് തേടിയാ പോകുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ശാപം അല്ലെങ്കിൽ നമ്മുടെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾ അവർ അടിമകളായി പോകുന്നത് എന്തുകൊണ്ടാ? ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനത്തിന്റെ മധുരിമ, തേനിലും തേൻകട്ടലും മധുരമേറിയ ദൈവവചനത്തിന്റെ ആമൻ ഹല്ലേലൂയ മാഹാത്മ്യം അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല, അവർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിന്റെ താടികളിലും മോടികളിലും ആമൻ ജ്ഞാനത്തിലും വളർച്ചയിലും ആമൻ അവർ ആശ്രയം വെച്ചിട്ട് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ വാഗ്ദത്തങ്ങളെ കാണുവാൻ മനസ്സിലാകാതെ ആമൻ അവരുടെ സ്വന്തം ഇഷ്ടത്തിനായി അല്ലെങ്കിൽ അവർക്ക് ആനന്ദം കിട്ടുവാൻ, അവർക്ക് സന്തോഷം ലഭിപ്പാൻ ആമൻ അവരുടെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന വഴികൾ ലോകത്തിന്റെ വ്യവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നായിരിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളായ നമുക്ക് ആമൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ആമൻ അവരുടെ പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ ഈ ദൈവവചനത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അവർക്ക് ആ പാതൽ പത്യോപദേശത്തിൽ അവരെ വളർത്തണം. ആമൻ സ്തോത്രം. ദിനം തോറും നമ്മൾ അതിനു വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ ഉപദേശിക്കണം. അല്ലെങ്കിൽ ഈ ദൈവവചനം ഭക്ഷിപ്പാൻ, പാനം ചെയ്യുവാൻ, അതിൽ വളരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ നേരായ പാതയിൽ നാം നടത്തിയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആമൻ സമയം അല്ലെങ്കിൽ ഇനിയും നഷ്ടമായി പോയി, അതിക്രമിച്ചു പോയി എന്നിരുന്നാൽ തന്നെയും ആമൻ ഈ ദുഷ്കാലത്ത് എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ആമൻ സമയത്തെ തക്കത്തിൽ നാം ഉപയോഗിക്കണം. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നമ്മുടെ നടപ്പിനെ നാം ക്രമീകരിക്കണം. അല്ലെങ്കിൽ നടപ്പെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജീവിത ശൈലിയാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിത രീതി ആമൻ വചനത്തിലായിരിക്കണം. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി അല്ലെങ്കിൽ സ്തോത്രം ഈ വചനത്തെ ആമൻ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, അതിൽ ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ഒരിക്കലും ആ തെറ്റായ പാത തിരഞ്ഞെടുക്കാൻ കുഞ്ഞുങ്ങൾ പോകുകയില്ല. ഏതെങ്കിലും സംഭവിച്ചതെന്നാണ് ആമൻ ദൈവവചനം, സാക്ഷാൽ ദൈവവചനം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ അവനെ തെറ്റിച്ച് കളവാൻ തക്കവണ്ണം പിശാച് വന്ന് പഴയ പാമ്പായ സാത്താൻ വന്നിട്ട് വാസ്തവമായി എങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ പിശാച് പറഞ്ഞു തിന്നുന്ന നാളിൽ ജീവിക്കുമെന്ന്. ആമൻ സ്തോത്രം. ആ ശബ്ദം കേൾക്കുവാനായിട്ട് ആമൻ ചെവി കൊടുക്കാനായിട്ട് ഇടയായി. അതുകൊണ്ട് എന്താ? സർവ്വ മാനവക്കുലം മുഴുവനും ആമൻ ആ ദൈവിക കൂട്ടായ്മയിൽ നിന്ന്, ആ സന്തോഷത്തിൽ നിന്ന് അകന്നുപോയി, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാതെ ആ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി സകല ജനവും പാപത്തിന് ആമൻ അടിമപ്പെട്ടെന്നാൽ
തങ്കവാക്യം പറഞ്ഞതുപോലെ ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപം മുഴുവൻ അവന്റെ മേലാക്കി അവനാൽ നാം നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ അവനെ യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ആമേൻ ആ വചനത്താൽ നമുക്ക് വീണ്ടെടുപ്പ്, അവനാൽ നമുക്ക് ഹല്ലേലൂയ വീണ്ടെടുപ്പ് നമുക്ക് പ്രാപ്യമായെങ്കിൽ ആമേൻ ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അറിയണമെങ്കിൽ ആമേൻ ഈ വചനത്തിലേക്ക് അവർ വന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അവരതിനെ കണ്ടെത്തണം, അവരതിനെ വായിച്ച് ധ്യാനിച്ച് ആമേൻ വചനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നുവെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവവചനം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നതുകൊണ്ട് ആമേൻ അധികം കേൾക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നു, കേൾക്കുന്നത് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളണം. അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് പറഞ്ഞതുപോലെ കേട്ട വചനത്തെ പ്രമാണിക്കുന്നവരായി നാം തീർന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവവചനം നാം കേൾക്കണം, കേട്ട് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, അതിനെ ധ്യാനിക്കണം. ഹല്ലേലൂയ, അതിനെ അനുസരിക്കണം, കൃത്യമായി ആചരിക്കണം, അതിൽ വളരണം. ഹല്ലേലൂയ, സ്തോത്രം, നാം ഫലം പുറപ്പെടുവിക്കണം. ഈ വചനം മറ്റുള്ളവരോട് പ്രസംഗിക്കണം. ശിഷ്യന്മാരായി തിരഞ്ഞെടുത്ത കർത്താവ് എന്തിനാ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? തന്നോട് കൂടെ ഇരിക്കേണ്ടതിന്, പ്രസംഗിക്കേണ്ടതിന്, അയക്കേണ്ടതിന്, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകാൻ. അപ്പൊ തന്നോട് കൂടെ ഇരിക്കണം. അതാണ് ക്വയറ്റ് ടൈം എന്ന് പറഞ്ഞത്. എല്ലാ ദിവസവും ആമേൻ കർത്താവിനോട് ചേർന്ന് നാം ഒന്നായിരുന്ന ആമേനൊന്ന് പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച്. സംഘത്തിനക്കാരൻ പറയുന്നത് എന്തുവാ? എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആമേൻ ദൈവം നമ്മുടെ വായിൽ ആമേൻ നമ്മുടെ നാവിന്മേൽ ആ ശക്തിയും ബലവും അരുളപ്പാടും തരും. ആ മറ്റുള്ളവർക്ക് ആശ്വാസമായ വചനങ്ങളെ പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ ജീവിതത്തെ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ആ വചനം നാം എന്തെടുക്കണം? പിന്നെ അങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്ന് നാം പഠിച്ചിട്ട്, അല്ലെ ശിഷ്യഗണങ്ങളെ 3.5 വർഷക്കാലം കർത്താവ് കൂടെ കൊണ്ടുവന്നിരുന്ന് അവരെ പഠിപ്പിച്ചിട്ടാ പറഞ്ഞത്, ഇനി നിങ്ങൾ പോയി സുവിശേഷം അറിയിച്ച് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം. അത് നമ്മുടെ മേലെ ഫലമേൽപ്പിച്ചിരിക്കുക. അപ്പൊ വചനം കൂടെ ഇരിക്കണം, പ്രസംഗിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കേട്ട ഈ വചനം, ഈ സത്യവചനം, കർത്താവ് പറയുന്ന ദൈവത്തിന്റെ വചനം പറയുന്നില്ല, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആമൻ ആ നിത്യതയിൽ നാം എത്തിച്ചേരണം. നിത്യജീവന് നമ്മൾ അവകാശികളായി. അല്ല, അതുകൊണ്ട് നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായി യേശുവിനെ തന്നെ നോക്കണം. ഈ വചനത്തിൽ തന്നെ നാം നിൽക്കണം. ഈ വചനത്തിൽ തന്നെ നാം ആശ്രയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഹല്ലേലൂയ, സ്തോത്രത്തിന്റെ മാതൃക വെച്ചിച്ച് പോയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പിതാവിൽ നിന്നും കേട്ടിട്ടാണ് ആമേൻ പുത്രനായ ക്രിസ്തു സകലതും ചെയ്തത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ആമേൻ സാക്ഷാൽ വചനമായവൻ ആമേൻ സ്തോത്രം ജഡമായി നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്ന ആ സാക്ഷാൽ വചനം ആമേൻ ഇന്ന് ദൈവവചനമായി തിരുവഴുത്തായി നമ്മുടെ കരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നതിനെ രാപ്പകൽ ധ്യാനിപ്പാൻ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ മാത്രമല്ല എപ്പോഴും ദിനംതോറും അതിനെ ധ്യാനിപ്പാൻ, അവൻ ആ വചനത്തിൽ നിലനിൽക്കുവാൻ, അങ്ങനെ വാസ്തവമായി ശിഷ്യഗണങ്ങളായി അവൻ പോയി അവൻ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചന ധ്യാനം ആമേൻ തിരുവചനത്തിൽ നാം നിലനിർത്തുമെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആമേൻ കർത്താവിന്റെ നാമം നമുക്ക് വിളിക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ, നമ്മളെ കാണുന്നവർ ആമേൻ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, പ്രാകൃത മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്, ജഡീകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആത്മീയരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമേൻ സ്തോത്രം. നാം ആത്മീകരായി തീരണമെങ്കിൽ ഹല്ലേലൂയ ഈ വചനത്തിൽ നാം വളർന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നാം ജഡീകരായി തീർന്നു പോകും. ജഡത്തിന്റെ പ്രവൃത്തികളായിരിക്കും നമ്മളിൽ കൂടി വെളിപ്പെട്ട് വരുന്നത്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ ഹല്ലേലൂയ എവിടെയാണ് നമുക്ക് കുറവ് പറ്റിയെന്ന് അതാണ് പറഞ്ഞത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാ. ആമേൻ സ്തോത്രം. നാം ഈ വചനത്തിൽ വസിക്കണം. ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ, നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ഒരുപോലെ പരിപോഷിപ്പിക്കുന്നതാ. വേറെ വിടുവിക്കും വരെ ആ വചനം തുളച്ചു ചെല്ലും. അതുകൊണ്ടല്ലേ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു ആമേ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ വചനം അതിന്റെ ക്രിയ ചെയ്യുന്നത് അതാണ്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്ന വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും. കർത്താവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാ. അങ്ങനെ വിവേചിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും കൊമ്പുകളും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഈ നല്ല മുന്തിരിവള്ളിയാകുന്ന വചനമാകുന്ന ക്രിസ്തുയേശുവിനോട് നാം ചേർന്ന് നിൽക്കണം. ആമേൻ നാം അവനിൽ വസിക്കണം. ആമേൻ നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ
കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അധികം ഫലം കായ്ക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൻ അധികം ഫലം കായ്ക്കണമെങ്കിൽ ആ നല്ല മുന്തിരിവള്ളിയാകുന്ന കർത്താവിനോട് നാം ചേർന്ന് വസിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ നമുക്ക് ഒന്നും നേടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ വചനത്തിന്റെ മഹാത്മ്യം അത് നമുക്കറിയാം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. അവൻ നമ്മെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് നമുക്ക് ചൈതന്യം പകർന്നിരുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ സർവ്വദേഹത്തിനും സൗഖ്യമാണ് ദൈവത്തിന്റെ വചനം. ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, അത് പുഷ്ടി നമുക്ക് തരുന്നതാണ് ദൈവത്തിന്റെ വചനം. അവന്റെ ഹല്ലേലൂയ വചനത്തിൽ അവൻ നമുക്ക് ആശ്രയിച്ച് അവൻ ആ വചനത്തിന്റെ പ്രവൃത്തികൾ അവൻ നമ്മൾ കൂടി വെളിപ്പെടുവാൻ തക്കവണ്ണം അവൻ ഹല്ലേലൂയ രാപ്പകൽ അതിനെ ധ്യാനിക്കുന്നവരായിട്ടിരിപ്പാൻ അവന്റെ ന്യായപ്രമാണം അതെത്രയോ ഹല്ലേലൂയ എനിക്ക് സ്നേഹമാണ്. ഞാൻ അതിൽ നിരന്തരം ഞാൻ അതിനെ ഇടപെടാതെ അതിനെ ധ്യാനിക്കുന്നുവെന്ന് അവൻ എത്ര പ്രിയമാണെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ തേനിലും തേൻകട്ടലും മധുരമേറിയ ആ ദൈവവചനത്താൽ ഹല്ലേലൂയ സ്തോത്രം ആമേനെന്നും ബലപ്പെടുവാനും ആമേൻ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടാകുവാൻ അല്പബുദ്ധി ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവൻ പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും, ഏതെങ്കിലും വിഷയത്തിൽ പ്രയാസമുള്ളവരായി കാണും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നെന്നാൽ ആ വചനത്തിന്റെ വികാസനം അവർ ആ ദൈവവചനത്തെ ഹൃദ്യസ്ഥമാക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിൽ അവർ ആശ്രയിക്കുന്നുവെങ്കിൽ, വചനം പഠിപ്പാൻ അവർ സമയത്ത് വേർതിരിക്കുന്നുവെങ്കിൽ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി അവർക്ക് വെളിപ്പെട്ട് കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ അങ്ങനെ ധൈര്യപ്പെടുത്തണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊക്കെ അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവർ വചനം വായിക്കുന്നുണ്ടോ, ധ്യാനിക്കുന്നുണ്ടോ, വചനത്തിൽ വളരുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നാം സമയം കണ്ടെത്താറുണ്ടോ? ഇല്ല എങ്കിൽ അവൻ ഇനിയും നമുക്ക് സമയം തീർന്നു പോയിട്ടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമക്കൾ എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ തന്നെ എല്ലാവരും തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അതിനൊന്നും സമയമില്ലാതായിരിക്കുമ്പോൾ അവരെ ആ കൃപയിലേക്ക് ദൈവവചനത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരേണ്ടതിന് ഉള്ള ഒരു കർത്തവ്യം, ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏവർക്കുമുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ഹല്ലേലൂയ ഈ മാറ്റമില്ലാത്ത വചനത്താൽ, ഈ വചനത്താൽ തന്നെയാണ് നമുക്കിനിയും ഒരിക്കൽ നമ്മൾക്കൊരു ന്യായവിധി ഉള്ളതും. ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും നിൽക്കേണ്ടവരാ. നമുക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുവാൻ പറ്റില്ല, നാം കേട്ടില്ല എന്ന് പറയുവാൻ പറ്റില്ല. നമുക്കറിയാം ഇബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, കേട്ട വചനം അവരുടെ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന്. അതുകൊണ്ട് കേട്ട് മറക്കുന്നവരായിട്ടല്ല, അത് നമ്മിൽ വിശ്വാസമായി പരിണമിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനം അത് നിർമ്മല വചനമാണ്, അത് ശുദ്ധി ചെയ്തതാണ്. ഹല്ലേലൂയ അത് പരിശുദ്ധ വചനമാണ്, അത് സത്യവചനമാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവൻ നിത്യജീവന. ഹല്ലേലൂയ സ്തോത്രം. അവൻ സത്യ ദൈവമാ. അതിനെ ആ കർത്താവിനെയാണ് നമ്മുടെ വചന ധ്യാനത്തിൽ കൂടി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആമേൻ. നമ്മൾ വിശ്വാസികൾ എന്ന് പറഞ്ഞ് നമ്മൾ കൂടി വരുമ്പോൾ ഇങ്ങനെ ദൈവവചനം കേൾക്കുന്നു, കേട്ടിട്ടങ്ങ് മറന്നു പോകുവാനല്ല. അതങ്ങനെ തന്നെയോ എന്ന് ബെരോവയിലെ വിശ്വാസികളെ പോലെ ആമേൻ സ്തോത്രം. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ കേൾക്കുന്ന വചനങ്ങൾ, തിരുവെഴുത്തുകൾ അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ച് ആമേൻ ആ വചനത്തിൽ അവർ വളർന്നവരായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. നാം കേൾക്കണം, നാം വിശ്വസിക്കണം, നാം ഏറ്റെടുക്കണം, കർത്താവിൽ വസിക്കണം, വചനത്തിൽ വസിക്കണം, വചനത്തിൽ വളരണം. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്നു, നീ എന്നോട് കേട്ട വചനം മറ്റുള്ള അനേകർക്കും പകർന്നു കൊടുക്കണം. അപ്പൊ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന സത്യങ്ങൾ, നാം പഠിക്കുന്ന ദൈവവചനങ്ങൾ നാം എല്ലാവർക്കും ഒരുപോലെ അവൻ അതിനെ പുനർത്തിരിച്ചു കൊടുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കില്ല. ഓരോരുത്തർക്കും ദൈവം ഓരോ കൃപയാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുക, മറ്റുള്ള സഹോദരങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുക. ആമൻ ഒരാളെയെങ്കിലും കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, ഈ വചനത്തിലേക്ക് കൊണ്ടുവരുവാൻ ആമൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. ആമൻ മാർത്ത പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങി നിന്നപ്പോൾ അവൻ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ഹല്ലേലൂയ അവന്റെ വചനം കേൾക്കുവാൻ ആമൻ ആ സമയത്ത് അവൾ പ്രയോജനപ്പെടുത്തി. ആമൻ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി എന്ന് കർത്താവ് പറഞ്ഞു. നമുക്കും ആ പാത തിരഞ്ഞെടുക്കാം. അപ്പോസ്തലൻ നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം പുരുഷാരം അവനെ പിൻപറ്റി.
എന്തിനാ പലരും എന്തിനാ അപ്പം തിന്ന് തൃപ്തരാകുവാനും അത്ഭുതങ്ങൾ കാണുവാനും അടയാളങ്ങൾക്ക് വേണ്ടി. ശിഷ്യന്മാർ പറഞ്ഞത് എന്താ? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഹല്ലേലൂയ സ്തോത്രം. ഈ നിത്യജീവന സത്യവചനമാ. ഹല്ലേലൂയ സ്തോത്രം. അത് അവനിൽ നിന്ന് കേൾക്കണമെങ്കിൽ നാം ദിനംതോറും വചനം ധ്യാനിക്കുമ്പോൾ ആ കർത്താവിനെയാണ് നാം കാണുന്നത്, ആ കർത്താവിനെയാണ് നാം പ്രാപിക്കുന്നത്, ആ കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ വചനത്തിലല്ലാതെ നമുക്ക് നിലനിൽപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്ക് വളരുവാൻ സാധ്യമല്ല. യേശുവിന്റെ തലയോളം വളരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ഈ വചനം അനുസരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഏറ്റവും സമീപത്ത്, നമ്മുടെ വായില്, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ കരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുക. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ നാം സമയത്തെ നഷ്ടമാക്കി കളയരുതേ. ഹല്ലേലൂയ സ്തോത്രം. ഓരോ ദിവസവും അത് രാവിലെ അവനവൻ പെറുക്കിയതുപോലെ, ആവശ്യത്തിന് പെറുക്കിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അത് രാവിലെ സമയം ദൈവപാദപീഠത്തിലാകാം. ഈ വചനത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ രാപ്പകൽ ധ്യാനിച്ച് അവൻ ദൈവകൃപയിൽ ശക്തിപ്പെടുവാനും വളരുവാനും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അനേക വാഗ്ദത്തങ്ങൾ, അനേക പ്രോമിസുകൾ അടങ്ങിയിരിക്കുന്ന ആമേൻ ഈ സത്യവചനം അതൊന്ന് തുറന്നു നോക്കിയെങ്കിൽ മാത്രമേ, അത് നാം തന്നെ വായിച്ച് ഗ്രഹിച്ച് നമ്മുടെ സ്വന്തമാക്കി തീർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരുകയുള്ളൂ. അവിടുത്തെ വാഗ്ദത്തങ്ങളെല്ലാം ആമേൻ അത് ഊവ് എന്ന് തന്നെയാ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തന, അവൻ അത് തക്ക സമയത്ത് നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മുടെ ആർക്കും ഉണ്ടാകുവാൻ ഇടയാകാതെ ആമേൻ ഈ വിശ്വാസ വചനം അല്ലെ ഈ സത്യവചനം യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ആമേൻ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം എത്രയും വേഗം വരുമെന്ന് അവൻ പറഞ്ഞുവല്ലോ. ഈ രണ്ട് സംഭവങ്ങളാണ്, രണ്ട് വലിയ ഇവന്റ്സ് ആണ് അത്. ഒന്നാമത്തെ വരവ് അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവൻ വീണ്ടും മടങ്ങി വരിക തന്നെ ചെയ്യും. അത് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കാൻ അവൻ വരുന്നത്. അത് അവൻ സത്യവചനമാ. അന്ന് നാം വിശ്വസിച്ചെങ്കിലേ സാധ്യമാകുള്ളൂ. അവൻ സ്വത്രമിച്ച് അങ്ങനെയുള്ളവർക്കേ അവനോട് കൂടെ എടുക്കപ്പെടുവാൻ സാധ്യമാകുള്ളൂ. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. ചിലർ കൂടി അവൻ രക്ഷ പ്രാപിക്കട്ടെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് വിചാരിച്ചവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അവൻ ഏത് സമയത്താണോ കർത്താവ് നമുക്കറിയില്ല. നനയാത്ത നാഴികൻ മനുഷ്യപുത്രൻ വരുന്നതിനാൽ നമുക്കൊരുങ്ങാം, നമുക്ക് ഈ വചനത്തിൽ നിലനിൽക്കാം. അവൻ വചനത്തിൽ നിലനിന്നുവെങ്കിൽ മാത്രമേ അവന്റെ ശിഷ്യന്മാരാകി തീരുകയുള്ളൂ. ആ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഹല്ലേലൂയ സ്തോത്രം അവനോട് കൂടെ ഇരിക്കണം. അവൻ പ്രസംഗിക്കപ്പെടണം. അവൻ സകല ജാതികളെ ശിഷ്യരാക്കണം. ഈ സുവിശേഷം ഭൂലോകത്തിന്റെ അറ്റത്തോളം നാം എത്തിക്കണം. അവൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം അവൻ ഈ വചനത്തിൽ നാം വളർന്ന് അവൻ ഈ സത്യവചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അവൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഈ വചനത്താൽ നമുക്ക് കഴിവുകൾ പ്രാപിക്കാം, നമ്മുടെ കുറവുകളെ കണ്ടുണരാം, ശോധന ചെയ്യപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം. അത് പറഞ്ഞല്ലോ ദിനംതോറും റോമർ 12 പറയുന്നത് ഹല്ലേലൂയ ദിനംതോറും മാനസാന്തരപ്പെടണം. ദിനംതോറും ആ മാനസാന്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ, നമ്മളുണ്ടാകണമെങ്കിൽ ഈ വചനമാ ദിനംതോറും നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസം നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തി തരും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാ. ആ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുമ്പോൾ തന്നെ ദൈവമക്കളുടെ ജീവിതത്തിലും എവിടെയാണ് കുറവുകൾ സംഭവിക്കുന്നതെന്ന് വ്യക്തമായി നമുക്ക് വചനം നമ്മളോട് ഉദ്ബോധിപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അപ്പോൾ ആ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് നാം മനസ്സിലാക്കണം. ഇത് വെറും ഒരു ബുക്കല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനമാ. ഇത് ജീവനും ചൈതന്യം നമുക്ക് പകർന്നു തരുന്നതാ. ഇത് ആത്മാവും ജീവനുമാ. സ്തോത്രം. നാം ഓരോ ദിവസവും ഈ വചനം വായിക്കുമ്പോൾ വാസ്തവമായി ക്രിസ്തു യേശുവിനെയാണ് ഹല്ലേലൂയ ദൈവത്തെയാണ് നാം ഇതിൽ കൂടി കാണുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. വചനം അതിന്റെ പ്രവർത്തികളെ ചെയ്യും. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. നാം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുവോ, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നുവോ, തലമുറകളുടെ വിഷയത്തെ കുറിച്ച് നാം ഭാരപ്പെടുന്നുവോ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന വചനത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുവരാം. പത്യോപദേശത്തിൽ അവരെ വളർത്താം. നമുക്കും ഓരോരുത്തർക്കും സ്തോത്രം തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തതായ വൃക്ഷം പോലെ ഹല്ലേലൂയ സ്തോത്രം വാട്ടമുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വചനത്തിലേക്ക് നമ്മുടെ വേരുകളെ ആഴത്തിലേക്ക് ഇറങ്ങി സ്തോത്രം താണു പോകുവാനിടയാകാതെ, വീണു പോകുവാനിടയാകാതെ, ഒടിഞ്ഞു പോകുവാനിടയാകാതെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം സ്തോത്രം ക്രിസ്തുവേശു എന്ന പാറമേൽ, ആ വചനമാകുന്ന പാറമേൽ നമ്മുടെ കാലുകളെ
പ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈ വചനം ജീവൻ നമുക്ക് പകർന്നു തരുന്നതാ, യഥാത്മാവാ, നമുക്ക് സർവ്വദേഹത്തിന് സൗഖ്യമാ, നമുക്ക് ആശ്വാസമാ, ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ നമ്മൾ മരണത്തിന്റെ ഒക്കെ സമയത്ത് വായിക്കുന്നില്ലേ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. അപ്പം അന്യോന്യം ആശ്വസിപ്പിക്കുന്നതാ ദൈവത്തിന്റെ വചനം. ആമേൻ. ഈ വചനങ്ങൾ നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് ആമേൻ ഫിലേമനെ പോലെ ആമേൻ വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതായി തീരുവാൻ ആമേൻ നമ്മളിൽ നിന്നൊരു അനുഭവം വേണമെന്ന് ഫിലേമനെ കുറിച്ച് പറയുന്നത് പോലെ ഈ വചനത്തിൽ നാം വളർന്ന് നമ്മളിൽ നിന്നൊരു അനുഭവം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്രകാരം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ആമേൻ. 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 ധാരാളം അനുഗ്രഹിക്കട്ടെ. വചനത്തിന്റെ ആഴമേറിയ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് പൽക്കാലം നമ്മൾ കാണുവാൻ ഇടയാത്തിരുന്നത്, കേൾക്കുവാൻ പരിശുദ്ധാത്മന്റെ നിറവിൽ തന്നെ നമ്മളിന്ന് അത് ഘോഷിച്ചപ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിന്റെ കണ്ടെത്താവുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തുമ്പോൾ അതിന്റെ മുന്നിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നന്മ പ്രാപിക്കാൻ ആ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കുവാൻ ആധാരികമായി ഹല്ലേലൂയ, സ്തോത്രം ഇന്ന് കാലം നമ്മൾ കേൾക്കുവാൻ ഇടയാത്തിരുന്നതോ ആ കേട്ട വചനങ്ങളെ ഹല്ലേലൂയ ഹൃദയത്തെ സംഗ്രഹിച്ച് അപ്രകാരം നമ്മുടെ ദൈവത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്ര വലിയ വചനത്തിന്റെ മർമ്മം നമ്മൾ ഇന്ന് പൽക്കാലം കേട്ടത് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരാൻ തൊക്കണം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്തവേലയിലായിരിക്കുമ്പോൾ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ അനേക യുവ തലമുറകൾക്ക് അത് പ്രയോജനപ്പെടുവാൻ തൊക്കണം. അതിൽ കൂടെ ദൈവം വീണ്ടും ഉപയോഗിക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാളുകളായി നമ്മൾ ആ ആന്റിക്കയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ഇത്രത്തോളം മാനിച്ചു, താണുപോകാതെ വീണു പോകാൻ ഇത്രത്തോളം നിലനിർത്തിയ കൃപയ്ക്ക് ആ സ്തോത്രം നിന്ന് വീണ്ടും അധികമായി കർത്തവേലിൽ ശോഭിപ്പാൻ ഇടയാക്കണേ. നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കുക നമ്മൾ താല്പര്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കേട്ട വചനങ്ങളുടെ മുമ്പാകെ നമ്മുടെ ഓരോ കുടുംബങ്ങളെ ഓരോ പ്രിയപ്പെട്ടവരെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ആ കേട്ട വചനപ്രകാരം തന്നെ നമ്മുടെ തലമുറകളും ജീവിക്കാൻ ആവശ്യമായ ദൈവിക കൃപ കർത്താവ് പകർന്നു കൊടുക്കേണ്ട നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മളെല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ സെഷൻ ബൈ സെഷനായിട്ട് നമ്മൾ എല്ലാ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഡ്മിഷന് വേണ്ടി ഇനി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അഡ്മിഷന് വേണ്ടി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് മാതൃകയുള്ള കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ അത് യഹോവയിൽ അനുഗ്രഹപ്പെട്ട കുഞ്ഞുങ്ങളെന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഉയർന്ന പഠനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ആഗ്രഹിച്ച് മുമ്പോട്ട് അവരുടെ സ്റ്റെപ്പുകളൊക്കെ എടുത്തിരിക്കുമ്പോൾ അതെല്ലാം ദൈവിക പ്രവൃത്തികളൊക്കെ കർത്താവ് ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്ത് ജോലിക്ക് വേണ്ടി പഠനത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം എത്തിയവരുണ്ട്, വിവാഹം കഴിഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ അതിനേക്കാൾ ഉപരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തീരുവാൻ ഇടയാക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ഹല്ലേലൂയ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി തെറ്റാണെന്നുള്ള ഒരു ഉത്ബോധം അവർക്ക് തോന്നിയിട്ട് ഹല്ലേലൂയ, സ്തോത്രം, അവരൊരു മടങ്ങി വരവ് ഹല്ലേലൂയ ഇടയാക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. മൊബൈലിലെ ഗെയിമിനെ ഒക്കെ അടിമപ്പെട്ട് ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ കൂടെ കേൾക്കുവാൻ ഇടയായി തീർന്നില്ല. വലിയൊരു രാഷ്ട്രീയ ഒരു പ്രവർത്തകനാണ് എത്രയോ 21 കോടിയൊക്കെ ഏതൊക്കെയോ ഗെയിമൊക്കെ കളിച്ചിട്ട് അവരെ നഷ്ടമാക്കിക്കൊണ്ടിരുന്നത്. എത്രയോ പ്രിയപ്പെട്ടവരുടെ പൈസയായിരുന്നു എന്നറിയോ. അവരുടെ പിതാവിന്റെ അക്കൗണ്ടിൽ നോക്കിയാൽ വെറും 1000 രൂപയേ ഉള്ളെന്ന്. ഇത്ര കോടിക്കണക്കിന് പൈസ വെറും ഒരു ഗെയിമിന്റെ അഡിക്റ്റായി അവരുടെ ആ സ്പിരിറ്റ് തലയ്ക്കകത്ത് കയറിയിട്ട് എന്റെ ഇത്രയും പൈസകളാണ് പോകുന്നതെന്നോ എന്റെ ഭാവിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉത്ബോധം ഇല്ലാതെ അല്ലെങ്കിൽ അവരവരുടെ ജീവിതമൊക്കെ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറകളൊക്കെ
നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരു ദൈവികതമല്ലാത്ത ഒന്നിനെ അടിമപ്പെട്ട് പോവാൻ ഒരിക്കലും അനുവദിക്കലേ നമുക്ക് പ്രാർത്ഥിക്കാം. തകർന്നുപോയ കുടുംബങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കുടുംബത്തിലൊക്കെ ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നിറയ്പ്പാൻ ഇടയാക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ അറിഞ്ഞ സത്യത്തിൽ നമ്മൾ ഇന്ന് കേട്ട വചനത്തിന്റെ പോലെ ഹല്ലേലൂയ സ്തോത്രം, ആറ്റിനിരിക്കുന്ന വൃക്ഷം പോലെ തഴച്ച് വളരും. അവർ നല്ല ഫലം കായ്ക്കും, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അവർ ഫലം കായ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ കൃപയാല് അല്ലെങ്കിൽ ആ ഫലങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുമെന്നുള്ള ആന്തരികമായ ഒരു വചനം നമ്മൾ ഇന്ന് പലകാലം കേൾക്കാൻ ഇടയായി തീർന്നല്ലോ. അല്ലെങ്കിൽ ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ വചനത്തിൽ ഉറച്ചു നിലനിൽപ്പാൻ ആവശ്യമായ ദൈവിക കൃപ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരു വിശുദ്ധ ജീവിതം അവർ നയിക്കപ്പെടുവാൻ തക്കണം ഇടയാക്കനായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ക്ലാരിസിസ്റ്റ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മൾ ഇന്ന് വചന ശുശ്രൂഷ നമ്മുടെ ആന്റിയുടെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ അനേർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ ഇടയാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ തലമുറകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചും കേട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് വചന ശുശ്രൂഷിച്ച ആന്റിയുടെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ പൽക്കാലം നമുക്ക് പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, നല്ല കർത്താവേ സ്തോത്രം. ഉച്ചയായ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് കർത്താവ് ഒരു പ്രാവശ്യം കൂടി തൃപ്പാതിലെടുത്ത് വരുവാനും ദൈവത്തിന്റെ സമയങ്ങളെ വേർതിരിപ്പാൻ തക്കണം കർത്താവ് നൽകുന്ന വലിയ സന്ദർഭത്തിനാട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളിലൊക്കെ ഞങ്ങളെ വഴി നടത്തിയ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെതായ കർത്താവ് സ്തോത്രം. ഈ വർഷത്തിന്റെ അവസാന മാസങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ ദയക്കായി സ്തുതിക്കുന്നു. ദേശത്തിന്റെ പല ഭാഗങ്ങളായിരുന്നു ഞങ്ങളെ കർത്താവ് സംരക്ഷിക്കുന്ന കൃപകൾക്കായി നന്ദി അർപ്പിക്കുന്നു. കർത്താവ് സ്തോത്രം. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന ഹല്ലേലൂയ. ഈ മരുഭൂമി യാത്രയിൽ താങ്ങി നടത്തുന്ന കർത്താവിന്റെ സ്നേഹം കർത്താവെ ഞങ്ങൾക്ക് നന്ദി പറയുകയാണ്, സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അവിശ്വസ്തനായി തീർന്ന മണ്ഡലങ്ങളിലും ഹല്ലേലൂയ അവിടെ ഞങ്ങളെ വിശ്വസ്തയോടെ കാത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പുകഴുവാനും പ്രശംസിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ സ്തോത്രം. ഞങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടുത്തെ മഹാദയായ ഞങ്ങൾ എനിക്ക് നന്ദി പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ എനിക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ അല്പസമയം ദിവസത്തിലിരിപ്പാനും പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാൻ അവിടെ നൽകുന്ന സാവകാശങ്ങൾക്കായി സ്തുതിക്കുന്നു. അവിടെ ദാസി ഞങ്ങളുടെ നടുവിൽ കർത്താവ് ഉപയോഗിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അതേ ശക്തിയോടെ കരുത്തോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വരും കാലങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് സ്തോത്രം ഉപയോഗിക്കപ്പെടുവാൻ ഹല്ലേലൂയ ഒരു നല്ല മാനപാത്രമാക്കി ദാസി കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കുടുംബത്തെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് സൂക്ഷിക്കണമേ. ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥനയുമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഭവനത്തിന്റെ ഉള്ളറിൽ കർത്താവ് വെളിപ്പെടുത്തേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ കർത്താവ് സ്തോത്രം. അതിന്റെ അത്ഭുത പ്രവർത്തികൾ ദിവസം കർത്താവ് ഇതുപോലെ കാര്യങ്ങൾ ധ്യാനിപ്പാൻ പോകണം. വലുതായ ദൈവം ഞങ്ങളുടെ ജീവിതം നൽകുന്ന കൃപകൾക്കായി സ്തോത്രം. കേട്ട ജീവിതങ്ങളുടെ മേൽ കർത്താവിന് വിടുതലായി ഭവിക്കട്ടെ. കേട്ട ജീവിതങ്ങളുടെ മേൽ കർത്താവ് അനുഗ്രഹമായി ഭവിക്കേണ്ടതിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയായ രോഗികളെ സൗഖ്യമാക്കണമേ. അവിടുത്തെ വചനത്തിന്റെ ശക്തിയായ ബന്ധനങ്ങളെ അഴിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ കുടുംബങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. കർത്താവയുടെ തലമുറകൾ ദൈവഭയത്തിലും കർത്താവ് ദൈവശക്തിയിലും കർത്താവ് വളരുവാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരുവാൻ ഗുണസ്വർഗം കൃപ ചെയ്യേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിലുള്ള കുഞ്ഞുങ്ങളെല്ലാം തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന യൗവന തലമുറകളെ കർത്താവിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ മധുരമായി ലോകമോഹങ്ങൾക്കും അടിമകളായ ഹല്ലേലൂയ വേറെ കൂതുകൾക്ക് അടിമകളായ കർത്താവേ സ്തോത്രം. സമയം പാഴാക്കി ലോകത്തിന് വേണ്ടി ജഡിക മോഹങ്ങളിൽ ജീവിക്കുന്ന അനേക തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിൽ അപേക്ഷിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കരുണ ഇവിടുന്ന് കാണിക്കുമാറാകണം. മൂല്യബോധമുള്ള ഒരു തലമുറ ദേശത്ത് വളരുവാൻ ഹല്ലേലൂയ. മനുഷ്യ സ്നേഹികളായ കർത്താവ് തലമുറകൾ ദേശത്ത് വളരുവാൻ, ദൈവ ഭയമുള്ള കർത്താവ് തലമുറകൾ ദേശത്ത് വളരുവാൻ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവമേ ഇവിടുന്ന് ഇടിയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് തന്റെ ജനം നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ ശക്തമായ ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറകളെ സ്വർഗ്ഗം ഉപയോഗിക്കാൻ പരിപൂർണമായി വിശ്വസിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കോണം ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറകളെല്ലാം കർത്താവിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ തലമുറകളിലൂടെ സ്വർഗ്ഗം വെളിപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ. കർത്താവരുടെ ജീവിതം ഹല്ലേലൂയ കർത്താവേ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടിയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ലീഡിയനോട് ദാസിയെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം. കടവുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ജനതയോട് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്നും കൂടി യാചിക്കുന്നു. കർത്താവേ സ്തോത്രം.
പ്രത്യേക കർത്താവ് രോഗികളുടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ പകൽക്കാല സൗഖ്യത്തിന്റെ വ്യാപാരം കർത്താവ് അയക്കുമാറാകണമേ. അവിടുത്തെ കർത്താവ് മുറിഞ്ഞ കരങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആണിപ്പടറ്റ് കരം തൊട്ട് കർത്താവ് ഇത് പകൽക്കാലം സൗഖ്യത്തിന്റെ വ്യാപാരം ദൈവം അയക്കുമാറാകണമേ. ഹല്ലേലൂയ. ഏതെങ്കിലും മാനസിക വ്യഥയോടെ ഇത് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇത് പകൽക്കാലം ദർശിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഹൃദയത്തിന്റെ ഉള്ളറകളിലെ ഞരക്കങ്ങളെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവമേ, വ്യഥകളെ അറിയുന്ന ദൈവ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനോട് ഷെയർ ചെയ്യാൻ കഴിയാതെ ഹല്ലേലൂയ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രയാസത്തോടെ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നു ഹല്ലേലൂയ പരിശുദ്ധാത്മാവരെ ദർശിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം വിടുതലിന്റെ ദിവസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പരിപൂർണമായി വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്ര പ്രകാരമുള്ള വിഷയങ്ങളുടെ മേൽ കർത്താവ് മനുഷ്യന് കർത്താവ് സഹായിപ്പാൻ കഴിയാത്ത മണ്ഡലങ്ങളുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനാൽ അഴിയപ്പെടാൻ കഴിയാത്ത കുരുക്കുകളാകപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. യേശുവിനധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. അത്ഭുതത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, അതിശയത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. മനോവേദനകളാൽ ഭാരപ്പെടുന്നവര്, രോഗങ്ങളെ ഓർത്ത് കർത്താവേ സ്തോത്രം, ശരീരത്തിന്റെ രോഗത്തെ ഓർത്ത്, ശരീരത്തിന്റെ ബലഹീനതകളെ ഓർത്ത് ഹല്ലേലൂയ, ശാരീരികമായ വൈകല്യങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്ന കുടുംബങ്ങൾ ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, സ്വസ്ഥതയില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ, സമാധാനമില്ലാത്ത ഹല്ലേലൂയ കുടുംബ അന്തരീക്ഷങ്ങൾ ഹല്ലേലൂയ, തലമുറകൾ കർത്താവേ സ്തോത്രം ദൈവത്തിൽ നിലനിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അന്യപ്പെട്ടത് ഓർത്ത് കർത്താവേ സ്തോത്രം നിലവിളിക്കുന്ന ചില മാതാപിതാക്കൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇതുപോലെ കാല ഹല്ലേലൂയ ഇവരെ ദർശിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ കാല സമാധാനത്തിന്റെ ഹല്ലേലൂയ സന്തോഷത്തിന്റെ ഒരു അവസരം കർത്താവർക്ക് നൽകുന്ന കൃപകൾക്കായി സ്തോത്രം. ഹൃദയത്തിൽ മുറിവുകളേറ്റ് ഹല്ലേലൂയ ഇതുപോലെ കാലം ആരെങ്കിലും നടുവിൽ ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇതുപോലെ കാല ഹൃദയത്തിന്റെ മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ കെട്ടപ്പെടട്ടെ. ഹല്ലേലൂയ. സമാധാനം ഉള്ളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ആ വചനത്തിന്റെ മാധുര്യം ഹല്ലേലൂയ, ആ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ഇതുപോലെ കാല വ്യക്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്യന്ത ശക്തിയാൽ ഇതുപോലെ കാല ജനത്തെ ഉണർത്തണമേ. അവിടുത്തെ അത്യന്ത ശക്തിയാൽ ഇതുപോലെ കാല ജനത്തെ ഉണർത്തണമേ കർത്താവേ സ്തോത്രം. അവിടുത്തെ അത്യന്ത ശക്തി ഇതുപോലെ കാല ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കാലങ്ങളായി നാളുകളായി പ്രാർത്ഥിച്ചു ഹല്ലേലൂയ, കഴിഞ്ഞ മാസങ്ങളിൽ പ്രാർത്ഥിച്ചു ഹല്ലേലൂയ, മറുപടി കാണാതെ കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇതുപോലെ കാലം വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഓ, ചില നാളുകളായി ഇതിന് മാത്രം മറുപടിയില്ലല്ലോ ഹല്ലേലൂയ, ഈ വിഷയത്തിന് മാത്രം മറുപടിയില്ലല്ലോ എന്ന് വിചാരിച്ചു ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കുഴിച്ചിടപ്പെട്ട വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഉണങ്ങിക്കിടന്ന അസ്ഥികളെ ഹല്ലേലൂയ നാടകം കർത്താവ് ചുറ്റിച്ചു മാറാക്കി പ്രവാചകനെ കൊണ്ട് പ്രവചിച്ച ദൈവശക്തി ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ഇതുപോലെ കാലം ഉണങ്ങിക്കിടക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുവരെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ കാലം പരിശുദ്ധാത്മാവ് ശക്തമായ വിഷയത്തിന് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ കാലം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചു മൺമറഞ്ഞ് നിങ്ങൾ വിചാരിച്ച വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ ഇത് ഉണങ്ങിപ്പോയി ഹല്ലേലൂയ, ഏറ്റവും ഉണങ്ങിയത് നിങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ആ ഏറ്റവും ഉണങ്ങിയ അവസ്ഥയായിരുന്നാലും മനുഷ്യന് വിടുവിപ്പാൻ കഴിയാത്ത മണ്ഡലമായിരുന്നാലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതുപോലെ കാലം വ്യാപരിച്ചു ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഹല്ലേലൂയ ഇതുപോലെ കാല വിഷയത്തിന് മേൽ പരിവർത്തിക്കുന്നതിനാലും നിങ്ങൾ നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം. അത്ഭുതത്തിന്റെ പ്രവർത്തികൾ സ്വർഗം ചെയ്തിരിക്കുക സ്തോത്രം. സ്കൂളിൽ കടന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളിലൊക്കെ ദൈവം സുരക്ഷിതമായി അവരെ കാവൽ ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്ര. കോളേജിൽ കടന്നു കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സ്വർഗം സുരക്ഷിതമായി കാവൽ ചെയ്യുമാറാകണമേ. ഹല്ലേലൂയ. ദൂരങ്ങളിൽ പഠിക്കുവാൻ കടന്നുപോയി ജോലി കടന്നു ഞങ്ങളുടെ തലമുറകളെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് സമയം പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കും നമ്മുടെ സ്വർഗീയ സംരക്ഷണം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിന്റെ തലകളെ ചിന്തകളെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കേണ്ടതിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഒരു തലമുറകൾ പോലും ഹല്ലേലൂയ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരു ഭവനത്തിലും കർത്താവേ സ്തോത്രം തലമുറയോർത്ത് ഒരു മാതാവോ പിതാവോ ഹല്ലേലൂയ നിലവിളിക്കുവാൻ സ്വർഗം അനുവദിക്കരുത്. ഹല്ലേലൂയ. ഒരു കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവ് ഒരു മാതാവും പിതാവും വിങ്ങുവാൻ സ്വർഗം അനുവദിക്കരുത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു മാതാപിതാക്കൾ കർത്താവേ സ്തോത്രം ഞങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതത്തിന്റെ കരഞ്ഞ തലമുറകൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുക സ്തോത്രം. അവർക്ക് വേണ്ടി സ്വർഗം വിശാലവഴിയിൽ തുറന്നിരിക്കുക സ്തോത്രം. അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ കർത്താവ് എത്ര പെടുന്ന അഡ്മിഷന് വിഷയങ്ങൾ കർത്താവ് ഇടപെടുമാറാകണം. ഹല്ലേലൂയ. കർത്താവ് അഡ്മിഷൻ കർത്താവ് ലഭിച്ചിട്ട് കർത്താവ് ദിവസം കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവരുടെ യാത്രയെ സഫലമാക്കുമാറാകണമെന്നും കൂടി യാചിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വിധമായ ക്ലേശങ്ങളുടെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ ഹല്ലേലൂയ കടന്നു പോകുന്ന ഞങ്ങളുടെ തലമുറകളുണ്ടല്ലോ, കർത്താവ് പഠിക്കുവാൻ ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഹല്ലേലൂയ വിധമായ ക്ലേശങ്ങളുടെ കടന്നു വന്ന തലമുറകളെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. സ്വർഗ്ഗം അവർക്ക് വേണ്ടി ഭണ്ഡാരം തുറക്കണമേ അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗീയ ഭണ്ഡാരർക്ക് വേണ്ടി തുറക്കപ്പെടണമേ കർത്താവ് സ്തോത്രം. ആരുടെ വിദ്യാഭ്യാസം മുടങ്ങുവാൻ ദൈവം അനുവദിക്കരുതേ. ശ്രേഷ്ഠകരമായ
ഹല്ലേലൂയ വിദ്യാഭ്യാസ കർത്താവേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. അത്ഭുതകരമായ വഴികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടണമേ കർത്താവേ. ഹല്ലേലൂയ സകല ജ്ഞാനത്തിലും നിപുണതയിലും അവർ വർദ്ധിച്ചു വരുവാൻ ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ ക്രിസ്തുവിന്റെ നാമത്തെ വഹിക്കുവാൻ ഹല്ലേലൂയ യാതൊരു ലജ്ജയും കൂടാതെ ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറകളെ ദൈവം അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാൻ ഹല്ലേലൂയ അവർ അഭിഷേകം പ്രാപിപ്പാൻ ഹല്ലേലൂയ ദിവസം അവിടുത്തെ കൽപ്പകളും ചട്ടങ്ങളും പ്രമാണിച്ച് കർത്താവേ ഹല്ലേലൂയ കർത്താവ് ദൈവസഭയ്ക്ക് മുതൽ കൂട്ടായി തീരുവാൻ ഞങ്ങളുടെ തലമുറകളെ ദൈവത്തിന്റെ കരുതലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം. അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ, അവിടുത്തെ രക്തത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ഇതുപോൽക്കാലം ഞങ്ങളെ ജയം നൽകി കൃപകൾക്കാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. കൂടെ പഠിച്ചതെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വഴി നടത്തുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുപോലെ കാലം കർത്താവിന്റെ കരുണകളോട് കാണിക്കുമാറാകണമേ. അവിടുത്തെ കരുണ ഞങ്ങളെ അണിയിക്കുമാറാകണമേ. ഹല്ലേലൂയ. അവിടുത്തെ സമാധാന ഉള്ളങ്ങളെ മേൽ പകർന്ന കർത്താവിനെ നയിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായ നടന്ന ദൈവസ്നേഹത്തിനായ സ്തോത്രം. വീണ്ടും ദൃക്കളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടുള്ള ഞങ്ങളുടെ മീറ്റിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ജനതയെല്ലാം കൂട്ടി വരുത്തണമേ. ഒരുമിച്ച് കർത്താവ് ദിവസത്തിൽ പ്രാർത്ഥിപ്പാന്തക്കോളം കൃപ തരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. സകലമാനും മഹത്വം അർപ്പിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കട്ടെ. ദൈവം ഉണ്ടാക്കി ഉത്തരമരണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. ആസ്വാദങ്ങളെ പറയാം. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹബുദ്ധനായ യേശുക്രിസ്തുവിന്റെ കൃപയെ ആശ്വസിച്ചു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മേലും ഹല്ലേലൂയ എല്ലാ കുടുംബങ്ങളുടെ മേലും ഇപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ വേഗം വരണമേ. ആമേൻ ആമേൻ. She